എൻ്റെ പേര് ഞാൻ മലയാളത്തിലൂടെ പറയുന്നത് എൻ്റെ പേര് ആൻഡ്രൂസ് ജേക്കബ് എന്നാണ്. ഞാൻ വൈരമിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു സുഹൃത്താണ്. എന്നെ ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഇവിടുത്തെ ഇൻഡോ അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ജോയിൻറ്റ് ട്രഷററായിട്ടുള്ള ഒരു ടൈറ്റിലാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതുകൂടാതെ എൻ്റെ ഇന്നത്തെ അസൈൻമെൻറ്റ് ഇവിടെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നവരെ ഗസ്റ്റിനെയൊക്കെ സ്പീച്ചിന് വേണ്ടിയിട്ട് ക്ഷണിക്കുക, ഇതൊക്കെയാണ് എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം. നമ്മുടെ ഈ ക്യാമ്പയിൻ ഡോക്ടർ മാത്യു വൈരമൻ്റെ കാൻഡിഡേസിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിന് വേണ്ടിയിട്ട് മാനേജരായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ശശീരൻ നായരാണ്. അദ്ദേഹം ആദ്യം ഒരു അഭിമുഖം നിങ്ങൾക്ക് തരും. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ പുറകിൽ ഇരിക്കുന്നവരെല്ലാവരുടെ ഇവിടെ മുമ്പിലെ ഫ്രണ്ടിൽ ഒത്തിരി സീറ്റുണ്ട്, ഇങ്ങോട്ട് കയറി ഇരിക്കാൻ ഒത്തിരി ഉപകാരമായിരുന്നു. മറ്റേ താമസിച്ച് വരുന്നവർക്ക് അന്നേരം അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് അവിടെ വന്നിട്ട് അവരിങ്ങോട്ട് മുമ്പോട്ട് കയറി വരത്തില്ല, അവരവിടെ നിൽക്കത്തേ ഉള്ളൂ. അന്നേരം ഇവിടെ സീറ്റ് ഉണ്ടോയെന്നുള്ളത് പ്ലീസ് ദയവ് ചെയ്ത് പുറകിലുള്ളവർ മാക്സിമം മുമ്പോട്ട് കയറി ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ദയവായി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. താങ്ക് യു ഓൾ. പ്ലീസ് ശശിയേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ മിസ്റ്റർ ശശിയേട്ടൻ നായർ, അദ്ദേഹം ഫോമർ പ്രസിഡൻ്റ് ആയിരുന്നു, ഫൗണ്ടർ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ പല പ്രാവശ്യം മാഗിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടിരുന്നിട്ടുള്ളതാണ്. നല്ലൊരു ഓർഗനൈസറാണ്. ഇതുപോലെ ക്യാമ്പയിൻ മാനേജറുള്ള പൊസിഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കഴിവുള്ള യോഗ്യനായിട്ടുള്ള ഒരു അദ്ദേഹത്തെ ഇതിലേക്ക് ക്ഷണിക്കാൻ. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വൈരമിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത കാലത്തൊക്കെ ഇവിടെ ഒരുപാട് ഇതുപോലുള്ള ഫങ്ഷൻസ് നടന്നിട്ടുണ്ട്. ഇന്നത്തെ ഫങ്ഷൻ ഹൗസ്ഫുൾ ആണെന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ സിറ്റി മേയർ മിസ്റ്റർ കെൻ മാത്യു ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ആയിട്ടിപ്പോൾ ഏതാണ്ട് 1979 മുതൽ ഇവിടുത്തെ മലയാളികളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഡോക്ടർ വൈരമൻ നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും അതിനുള്ള അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു വാശിയോ വൈരാഗ്യമോ ഒന്നും ആരോടുമില്ലാതെ, ഒരു കണക്ക് പറഞ്ഞാൽ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന രീതിയിലുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ
അദ്ദേഹം ഒരു ജഡ്ജിയായി കഴിയുമ്പോൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ മുറകളും ശരിയായിട്ട് പഠിച്ച് ശരിയായ രീതിയിൽ ഒരു ന്യായാധിപനെന്നുള്ള രീതിയിൽ ചെയ്യുമെന്ന് നമുക്ക് ഉത്തമ വിശ്വാസമാണ്. അതിലേക്ക് നമുക്ക് വേടുന്നത് അദ്ദേഹം ഇവിടെ ഇലക്ഷനാണല്ലോ, നാട്ടിലെ പോലെ നോമിനേറ്റ് ചെയ്യുകയോ അപ്പോയിൻ്റ് ചെയ്യുകയോ ഒന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നഖശിഖാന്തം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ഒരു കാര്യം നമുക്ക് മനസ്സിലാകണം, ഈ ഇലക്ഷൻ എന്ന് പറയുന്ന പേര് തന്നെ പേടിച്ചു. ഇലക്ഷൻ കാര്യം ഇലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മത്സരം ഉണ്ടെന്നുള്ളത് അതിൻ്റെ അകത്ത് നിഗൂഢമാണ്. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയത്തുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ, അതായത് കാൻഡിഡസിയിൽ അദ്ദേഹം എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഈ ഇവിടുത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതായ ആ നന്മബോധം കൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അല്ലാതെ ഞാനൊരു പീസോ ജഡ്ജാണെന്നുള്ള പൊങ്ങി നടക്കാനുള്ള അതിൻ്റെ ഉദ്ദേശത്തിലല്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ മലയാളികളുടെ മാത്രം വോട്ട് കൊണ്ട് ഒരാൾ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്കറിയാവുന്നവരോടും നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളോടും ഈ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. മലയാളികൾ മാത്രമല്ല, ഈ പ്രസിഡന്റ് ട്രീയിലുള്ള എല്ലാ വോട്ടേഴ്സും അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് നാം അദ്ദേഹത്തെ ഒരു സ്റ്റെപ്പ് കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ഈ സപ്പോർട്ടെന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യുക മാത്രമല്ല, ഇതിന് ചിലവുണ്ട്. അഡ്വർടൈസ് ചെയ്യണം, അതുപോലെ ഫ്ലെക്സ് ബോർഡ് വെക്കണം, അതുപോലെ നമ്മൾ യാർഡിലൊക്കെ കുത്തുന്ന സൈൻ വേണം. ഇതിനൊക്കെയാണ് ചിലവുകൾ കൂടുന്നത്. അത് ഒരാളെ കൊണ്ട് മാത്രം പറ്റില്ല. അതിന് എല്ലാവരും അവരവരുടെ കഴിവനുസരിച്ച്, ഞാൻ കൂടുതൽ പറയാം, കഴിവനുസരിച്ച് 10 കൊടുക്കാനുള്ളവർ 10 കൊടുക്കുക, 100 കൊടുക്കണം 100 കൊടുക്കുക, 1000 കൊടുക്കാൻ കഴിവുള്ളവർ 1000 കൊടുക്കുക. ഇത് ഒരു തവണയായിട്ട് കൊടുക്കണമെന്നില്ല, പല തവണയായിട്ട് കൊടുക്കാം, എന്നാലും കുഴപ്പമില്ല. ഇത് അദ്ദേഹം ചോദിക്കാൻ മടിക്കുന്നുകൊണ്ടാണ് ഞാനങ്ങ് പറയുന്നത്. എന്ത് കരുതി ഇവിടെ വന്നിരുന്നൊരു പൈസ പിടിക്കാനായിരുന്നു വന്നെന്നാരും ചിന്തിക്കരുത്. അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ അവസരത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ അടുത്ത കാലത്ത് നടന്നതിൽ വളരെ ഹൗസ്ഫുള്ളായിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ മീറ്റിംഗാണിത്. അതിൽ നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊരു പ്രിലിമിനറി മീറ്റിംഗ് മാത്രമാണ്. ഇലക്ഷൻ അടുത്ത വർഷമാണ്. സോ നമുക്ക് ഇനി സമയമുണ്ടെന്ന് കരുതി ആരും റിലാക്സ് ചെയ്യേണ്ട. പക്ഷെ സമയമുണ്ട്. നമുക്ക് ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കാനുള്ള സമയമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കുമെന്നും നമ്മുടെ ഡോക്ടർ വൈരമണിനെ വിജയിപ്പിക്കുന്നതിനുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ട് നാം മുമ്പോട്ട് പോകാം. അതുകൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ സംശയങ്ങളോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ചോദിക്കുകയോ പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അല്ലെ വിമർശിക്കുകയോ ഒക്കെ ചെയ്യാം. ഒരു കുഴപ്പമില്ല. പക്ഷേ
അദ്ദേഹത്തെ ജയിപ്പിക്കുന്ന ആയിരിക്കണം നമ്മുടെ ഉദ്ദേശം. അത് നിർവഹിക്കണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. പ്ലീസ് കം. താങ്ക് യു ആൻഡ്രൂസ്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കാൻഡിഡേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ, അതുപോലെ നമ്മുടെ സ്റ്റാഫോർഡ് മേയർ മിസ്റ്റർ കെൻ മാത്യു, അതുപോലെ മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ ഭൂഷണിലെ സാമൂഹ്യ സമുദായ രംഗങ്ങളിലെ പല നേതാക്കന്മാരും ഇവിടെയുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് മിസ്റ്റർ ഡോക്ടർ മാത്യു വൈരമണിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് 1 വർഷം പ്രവർത്തിക്കാൻ എനിക്ക് ഒരവസരം കിട്ടി. എന്നുമല്ല, നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിൻ്റെ ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞങ്ങൾ ഇലക്ഷനിൽ കൂടെ അദ്ദേഹം എൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കുവാൻ ഇടവന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കി. ഇത്രയും നല്ല ഒരു എളിയ മനുഷ്യൻ, നല്ല ഒരു ന്യായാധിപൻ, ഒരു അറ്റോർണി, അതുപോലെ ജസ്റ്റിസ്, ഒരു ജഡ്ജിയാകുവാൻ അർഹതയുള്ള ഒരു വ്യക്തി. എനിക്ക് അദ്ദേഹത്തിൽ നിന്നും പല പാഠങ്ങൾ പഠിക്കുവാനിടയായി. നമ്മുടെ ടെക്സാസ് സംസ്ഥാനത്തിനും ഫോർട്ട് ബെൻഡ് കൗണ്ടിക്കും, പ്രത്യേകിച്ച് ഈ അമേരിക്ക നമ്മൾ താമസിക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടിയും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അന്നും ഇന്നും അദ്ദേഹം ഒരു മനുഷ്യനോട് ഒരു ദേഷ്യപ്രകടനം പറയുകയോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും. അതാണ് അതിൻ്റെ ശരി. പക്ഷെ ആരെയും നിർബന്ധിക്കുന്നില്ല. നമുക്കറിയാം, ഇവിടെ ഒരു ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥിമാരും ഈവൻ മലയാളി അസോസിയേഷൻ്റെ സ്ഥാനാർത്ഥികളാണെങ്കിൽ പോലും ഓരോ ഫംഗ്ഷനിലും ഒക്കെ ഇടിച്ചു കയറി എനിക്ക് വോട്ട് തരണം, ഞാൻ ഇലക്ഷന് നിൽക്കുകയാണ്. പക്ഷെ മാത്സ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല സ്ഥലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ ശാന്തമായ രീതിയിൽ എല്ലാവരോടും സൗമ്യമായിട്ട് അദ്ദേഹത്തിന് അവിടെ 2 വാക്ക് പറയാൻ അവസരം കൊടുത്തില്ലെങ്കിൽ അവരോടൊരു വൈരാഗ്യവും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം സന്തോഷവാനായിട്ട് തന്നെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. ഈ പ്രസിഡന്റ് 3 ഫോർട്ട് ബെൻഡ് കൗണ്ടിയിൽ ഒരു ന്യായാധിപനായിട്ട്, ജഡ്ജിയായിട്ട് അദ്ദേഹം ജയിച്ചു വന്നാൽ ഈ രാജ്യത്തെ, അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല, നമ്മളൊരു ഇലക്ഷൻ നിൽക്കുമ്പോൾ ഈ കൗണ്ടിയിലുള്ള എല്ലാ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽപ്പെട്ട വിവിധ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തുല്യനീതി ലഭിക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഞാനിവിടെ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ധാരാളം ഒരു ഫുൾ ഹൗസാണ്. പല പ്രതിനിധികളും ഇവിടെ സംസാരിക്കാറുണ്ട്. തീർച്ചയായും അദ്ദേഹത്തെ സാമ്പത്തികമായിട്ട് ഇലക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യണം. അദ്ദേഹത്തിന് നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ശശിധരൻ നായർ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ മുഖത്ത് നിങ്ങളോടുള്ള സ്നേഹം അദ്ദേഹം എന്നും തുടരും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവരും വർക്ക് ചെയ്ത് നമ്മുടെ മലയാളികളുടെ മാത്രമല്ല വോട്ട്, ഇവിടെ പലർക്കും അദ്ദേഹത്തിന്റെ അതിർത്തിയിൽ ഉള്ള നമ്മുടെ ജോലി സ്ഥലത്തൊക്കെയുള്ള അറിയാവുന്ന അമേരിക്കക്കാരോടും സ്പാനിഷുകാരോടും ഒക്കെ എല്ലാ സമുദായക്കാരോടും നമ്മൾ സർവ മതസ്ഥരോടും നമ്മൾ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം. നെയ്ബേഴ്സിനോടെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് വാങ്ങിക്കൊടുക്കുവാൻ നമ്മളെല്ലാം കടപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു മലയാളി എന്നുള്ള രീതിയിലും ഒരു നല്ല അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിലും അദ്ദേഹം ഈ സ്ഥാനത്തിന് ഏറ്റവും യോഗ്യനായ ഒരു മനുഷ്യനാണ്. അങ്ങേയറ്റം അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഉള്ള മുഖമാണ് നമ്മൾ വളരെ സ്നേഹത്തോടെ ആദരവോടെ നമ്മൾ കാണുന്ന നമ്മുടെ സ്റ്റാഫോർഡ് സിറ്റി മേയർ ഹോണറബിൾ മേയർ കെൻ മാത്യു. താങ്ക് യു. എനിക്ക് പോകാനുണ്ട്. എൻ്റെ പെങ്ങളെ ഈ പുള്ളിയുടെ നാടങ്ങ് വെച്ചുകൊണ്ട് പോയി.
ആരാ ചിരിക്കുന്നുണ്ടോ? എൻ്റെ പെങ്ങളെ കുണ്ട്രയിലാണ് കൊടുത്തത്. സോ നല്ലൊരു മനുഷ്യൻ. അവര് എല്ലാവരും പറയും പുള്ളിയുടെ നാട്ടിൽ ചെന്നാലും നല്ല രീതിയാണ് പുള്ളിയെ പറ്റി പറയുന്നത്. ഇവിടെയും നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ന്യായാധിപൻ, നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ. സോ അതുകൊണ്ട് നമുക്കെല്ലാവരും ഒരു കടമയുണ്ട്. നമ്മുടെ ഒരാള് ജാതി മതം, ഇവിടെ ആരണ്ട് പറഞ്ഞ അണ്ണൻ ഇതൊക്കെ എത്രയൊക്കെ പറയാൻ അറിയാമല്ലോ ഇല്ലയോ? ജാതി മത ഭേദമന്യേ പിന്നെ വേറെ ഒരു ഇതുമില്ലാതെ നമുക്ക് കൊടുക്കണം. നമ്മുടെ ഒരാളാണ്. അത് നമുക്ക് പ്രൗഡാണ്. നമ്മുടെ മലയാളികൾക്ക് പ്രത്യേക ഒരു അഭിമാനമാണ്. ഇത് നല്ലൊരു കാര്യം, ഇങ്ങനെ വേണം. അത് പ്ലീസ് ചെല്ലണം. എനിക്ക് പെങ്ങളുടെ വീട്ടിൽ പോകാനുണ്ട്. അച്ഛന്മാരിപ്പോൾ അവിടെ വരും. അന്നേരം ഞാൻ ലേറ്റ് ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ചെയ്ത് എൻ്റെ വൈരമൺ സാറ് എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും പറയുകയും ചെയ്യാം. നമുക്കിത് സാധിച്ചെടുക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൾക്കാർ ഒത്തിരി പേര് സംസാരിക്കാനുണ്ട്. സോ മെനി പീപ്പിൾ ലൈക്ക് ടു talk here. So the next time inviting Dr. Sunny Edmeter, please. ഹ്യൂസ്റ്റന്റെ പ്രാന്തപ്രദേശങ്ങൾ 53 പഴയ വർഷങ്ങളായിട്ട് പാർത്തെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷൻ പ്രകടനത്തിന് ഞാൻ പങ്കെടുക്കുന്നത്. നിങ്ങളെ സർവകലാ വല്ലഭൻ ബഹുമുഖ പ്രതിഭ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ. ബഹുമുഖ പ്രതിഭ, സർവകലാ വല്ലഭൻ എന്നുള്ള അത് വളരെ നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് കാണുവാനും അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വരാനിടയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപന്യാസത്തിനൊക്കെ വായിക്കാറുണ്ട്. ഉപമകളൊക്കെ പറഞ്ഞിട്ട് ആപ്തവാക്യങ്ങൾ പറഞ്ഞിട്ട് പണ്ടൊരു മഹാൻ ഇങ്ങനെ പറയുകയുണ്ടായി. എന്നാൽ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അത് മാറിയിട്ട് ബർണാഷോ ഇങ്ങനെ പറഞ്ഞു എന്ന് അതിൻ്റെ ഇതാണ് ഒരു വാക്കാണ് ദ ഫ്രേസ് പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടറൽസ്. ഇത് ബർണാഷോ പറഞ്ഞാണ് കേരളത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റികളെല്ലാം കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ദ ഫ്രേസ് പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടറൽസ് ഈസ് എ വേരിയേഷൻ ഓഫ് patriotism is the last refuge of a scoundrel. A famous quote by Samuel Johnson in 1775. Samuel Johnson, not Bernard. It means that the people who lack any genuine virtue or noble qualities often resort to political causes or appeals to patriotism as a way to gain power to hide their true unscrupulous nature. Instead of acting on principle, they hide their self-serving motives blind than political rhetoric. സോ ഇതിനൊരു കാരണമുണ്ട്. നമ്മൾ സമൂഹത്തിൽ കാണുമ്പോൾ ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും അവരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അഴിമതിയിൽ കാണുമ്പോൾ നമുക്ക് പ്രയാസം വരും. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം മോശമാണ് എന്നുള്ള ഒരു മുദ്ര കൊത്തിയിരിക്കുകയാണ്. അതായത് പൊളിറ്റിക്സ് ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ എന്ന് പറയും. ലോകത്ത് എല്ലാത്തിനും എക്സെപ്ഷൻ ഉണ്ട്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഒരു എക്സെപ്ഷനാണ് ഡോക്ടർ മാത്യു വൈരമൺ. എന്നാൽ നമ്മൾ ലോകത്തിൽ ചരിത്രം എടുത്താൽ കുറച്ച് ശതമാനം ആൾക്കാർ, നല്ല ആൾക്കാർ രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ടാണ് ലോകം ഇങ്ങനെ നിൽക്കുന്നത്, അമേരിക്ക ഇങ്ങനെ നിലനിൽക്കുന്നത്. ഡോക്ടർ മാത്യു വൈരമണിനെ നമ്മൾ വിജയിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ വന്ന ആദ്യ ആഴ്ച മുതൽ അന്ന് മുതൽ ഇന്ന് വരെ പരിചയമുള്ള ആള്, ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പരിചയമുള്ളതിൽ ഒരാളാണ്. ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, ഡോക്ടർ മാത്യു വൈരമണിനെ ഇവിടെ തെരഞ്ഞെടുത്തുവിടാൻ നമ്മൾ തലയിൽ തുണിയിട്ടുണ്ട്. മെമ്പർഷിപ്സ്ക്കായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യം വരികയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തീർച്ചയായിട്ടും ഒരു അഭിമാനമായിരിക്കും. ജാതിമത ഭേദമന്യേ, സമുദായ ഭേദമന്യേ, കുഞ്ഞുകുട്ടി ബാലവൃത്തം എന്നുള്ള എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആ താഴ്മയുടെ അഭിനയത്തിൻ്റെ മൂർത്തീകരണമാണ് ഡോക്ടർ മാത്യു വൈരമൺ. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ ജഡ്ജിയാക്കി കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെന്നാലും അവിടെ ആ അഹങ്കാരം കാണുകയില്ല. വളരെ അങ്ങനെ ആർക്കും എപ്പോഴും പ്രവേശനം ലഭിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി
ആ നിലയിൽ ഇദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. ജാതി മത ഭേദമന്യേ, സമുദായ ഭേദമന്യേ നമ്മുടെ ഇന്ത്യൻ സമുദായത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ സന്തോഷവാനാണ് അദ്ദേഹം ഇങ്ങനെ സ്ഥാനാർത്ഥിയായി നിന്നത്. അതുകൊണ്ട് ആ ആപ്തവാക്യത്തിൽ നിന്ന് എക്സെപ്ഷനായിട്ട് നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം ജഡ്ജിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ന്യായാധിപനായിട്ട് കാര്യം നടത്തുന്നുള്ള യാതൊരു സംശയമില്ല. എല്ലാവർക്കും വളരെ നന്ദി. First of all, I take this blessed time as a privilege to attend this greet and meet ceremony in connection with the campaign of Dr. Matthew Vairaman. You know, he is going to contest at the position of Justice of Peace. First of all, who is the judge? The judge is the one who interprets the law and applies the law, both to defendant and plaintiff. He should be fair, regardless of color, creed, religion, or political affiliation of any kind. You see, I settled in Houston about 52 years ago, along with Dr. Sanil Mittur. Over the years, or when I started my life here, I never thought, even in my wildest dream, that there would be somebody contesting in American political arena. Over the years, as the years gone by, we have seen mayors, councilmen, judges. You see, what a change. Now, at the last end of the government, we can see a celebrity. And who is Vairaman? Who is Matthew Vairaman? Matthew Vairaman is a closest friend of mine. I would say that he's a very decent and a fair man. He loves everybody. You see, when you want to contest in a campaign or any position, you should start your testimony at your own home. If I am not a role model before my wife and children, I better not contest. But Vairaman is a good family man, a great father, a blessed grandfather, and a blessing to the church and the community. As a lawyer, he is very fair. So, brothers and sisters, ladies and gentlemen, I wish, let us work for him. Let us donate for the campaign. And I am sure, if he is elected, like Dr. Sanil Mittur said, none of us would be ashamed. We would be proud of him. Always lovingly call him Saji. His name is Saji. But at this time I call him Dr. Vairaman. I really wish you well. Let us pray for him, let us work for him. And I trust sincerely and faithfully that he will be the judge of Justice of Peace in Fort Bend County. Wish you all the best. May God bless you. God bless America. സലീം അറക്കൽ. സലീം അറക്കൽ, പ്ലീസ്. ഹലോ എവരിബഡി, എൻ്റെ പേര് സലീം അറക്കൽ. ഡോക്ടർ വൈരമനായിട്ട് ഞാൻ ഒത്തിരി നാളത്തെ പരിചയമുണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട്. അതുപോലെ മാഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പിന്നെ പല ആവശ്യങ്ങളായി ഈ ലോ ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളായിട്ട് ഡോക്ടർ മാത്യു വൈരമനെ ഞാൻ വിളിക്കാറുണ്ട്. എപ്പോൾ വിളിച്ചാലും നമുക്ക് അഡ്വൈസ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. ഏത് സമയത്തും നമുക്ക് ഫ്രീ ആയിട്ട് അഡ്വൈസ് കിട്ടും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു തരും. അതുപോലെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, എല്ലാ വിധത്തിലുള്ള സാമ്പത്തികമായിട്ടും അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സ്, ഞാൻ പെർസെന്റ് 2-ലാണ് ശരിക്കും താമസിക്കുന്നത്. പക്ഷെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് പെർസെന്റ് 3-ലുണ്ട്. എൻ്റെതായ രീതിയിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ
പാസീന മലയാളി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എനിക്ക് കുറച്ച് അവർ ആ സമയത്തുണ്ടായിരുന്ന ഒത്തിരി ആളുകൾ 3ലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ തൃശ്ശൂർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു ഒത്തിരി നാൾ, ഒരു 2 ടൈമിൽ. പിന്നെ എൻ്റെ വൈഫ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള കുറേ കണക്ഷൻസ് നമുക്കുണ്ട്. അതൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും മാത്യു വൈരമണിന് വേണ്ടിയുള്ള എൻ്റെതായ എല്ലാ സഹായം ചെയ്യണം. നമ്മളെല്ലാവരും അതിന് കൂട്ടായിട്ട് പ്രയത്നിക്കണം. സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ, എൻ്റെ പേര് ജിൻസ് മാത്യു. എൻ്റെ സ്വദേശം റാന്നിയാണ്. ഞാനിവിടെ റിവർ സ്റ്റോഡിൽ താമസിക്കുന്നു. ഞാൻ ഒരു ആദ്യമായിട്ട് തന്നെ ഡോക്ടർ മാത്യു വൈരമൺ എന്നുള്ള ആളിനെ എനിക്ക് നേരിട്ട് അറിയത്തില്ലായിരുന്നു. ഞാൻ വന്ന വർഷം എനിക്ക് ഇപ്പം സരിവറക്കിൽ പറഞ്ഞതുപോലെ അറിയാത്ത ഒരു വ്യക്തിക്ക് ഒരു നിയമോപദേശം ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് എന്നെ അറിയില്ല. ഇപ്പം ഞങ്ങൾ നല്ല പരിചയക്കാർ, നല്ല ഫ്രണ്ട്സും പല കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലും ഒക്കെ ഒന്നിച്ചൊക്കെ ഞങ്ങൾ ഉണ്ട്. പക്ഷെ അന്ന് പോലും ഡോക്ടർ മാത്യു വൈരമൺ അതിനുള്ള സൊല്യൂഷൻ വളരെ ക്ലിയർ കട്ടായിട്ട് അറിയാത്ത ആളിനെ ചെയ്തു തന്നത് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോർ ദ ജസ്റ്റിസ് ഓഫ് ദ നമ്മുടെ ഈ കൗണ്ടിക്ക് വേണ്ടി, ഫോർട്ട് ബെൻഡ് കൗണ്ടിക്ക് വേണ്ടി ഉള്ള ഒരു മോസ്റ്റ് എലിജിബിൾ ഒരു കാൻഡിഡേറ്റ് ആണ് ഡോക്ടർ മാത്യു വൈരമൺ എന്നുള്ളത് നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് സന്തോഷപൂർവ്വം അദ്ദേഹത്തിന്റെ ഈ കാൻഡിഡേറ്റ്ഷിപ്പും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ക്യാമ്പയിനിങ്ങും വിജയിപ്പിക്കുവാനായിട്ട് ഞങ്ങളാൽ കഴിയുന്ന, ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഓർഗനൈസേഷനെ, അതുപോലെ തന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുണ്ട്, ഫാമിലി ഗ്രൂപ്പുകളുണ്ട്, ഫ്രണ്ട്സ് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തൊഴിൽ മേഖലകളുണ്ട്. അവിടെയൊക്കെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിനെ തീർച്ചയായിട്ടും മാത്യു വൈരമണിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ അദ്ദേഹത്തിനെ വിൻ ചെയ്തോണം ഉള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാത്യു വൈരമൺ സാറിനെ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു 2-3 വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ ആക്ച്വലി ഹൂസ്റ്റണിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ 7 വർഷമായിരുന്നു. എന്നാൽ അമേരിക്കയിൽ ആദ്യമായിട്ട് കടന്നു വന്നത് ഹൂസ്റ്റണിലായിരുന്നു. ഇവിടെ നിന്നും ഡാളസിൽ പോയി, വീണ്ടും ന്യൂയോർക്കിൽ പോയി. റിട്ടയർമെൻറ്റ് ലൈഫ് എൻ്റെ പേരൻസൊക്കെ ഇവിടെ ആയിരുന്നുകൊണ്ട് തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഹൂസ്റ്റണിലേക്ക് മടങ്ങി വന്നു. നമ്മുടെ സമൂഹത്തിൽ മലയാളികളായ അനേകം പേർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലമാണിന്ന്. ഇന്ത്യക്കാർ അമേരിക്കയിൽ വന്നിട്ട് വർഷങ്ങളായി. അനേക ആൾക്കാർ ഇന്ന് പൊളിറ്റിക്കൽ ലെവലിൽ ഏറ്റവും ഉന്നമനമായ സേവനം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ വരെ നമ്മൾക്ക് എത്തിക്കഴിഞ്ഞ് നാം അവിടെയും നല്ല പൊളിറ്റിക്കൽ ലീഡേഴ്സായി ഓരോരുത്തരെയും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നാം ഐക്യതയോടുകൂടി നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നാം ഇങ്ങനെയുള്ള ഒരു ക്യാമ്പയിനൊക്കെ കൂടി വളരെ സന്തോഷകരമായി ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകും. എന്നാൽ ഇത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളാണ് നാം ചിന്തിക്കണം. ആത്മാർത്ഥമായി മലയാളി കമ്മ്യൂണിറ്റി പ്രവർത്തിച്ചാൽ മാത്രം ഡോക്ടർ മാത്യു വൈരമൺ വിജയിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം മറ്റുള്ള ആൾക്കാരെ കൂടെ നമ്മുടെ മെസ്സേജ് പാസ് ചെയ്താൽ അവരെ കൂടെ ഡോക്ടർ മാത്യു വൈരമൺ ആരാണെന്ന് വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ഒരു യഥാർത്ഥ പിക്ചർ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാത്യു വൈരമൺ ആയിരിക്കും അടുത്ത ചേഞ്ച്. യുവജനങ്ങളെ ആഹ്വാനം ചെയ്യുവാൻ വീണ്ടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ അപേക്ഷിക്കുകയാണ്. നമ്മുടെ യുവജനങ്ങൾ പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സമൂഹം ഇന്ന് ഹൂസ്റ്റൺ പട്ടണത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അനേകം പേർക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉന്നതമായ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. ഈ സമൂഹത്തിൽ നാം ഒറ്റപ്പെട്ടു പോകാൻ ഇടയാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഐക്യത നാം കാത്തു സൂക്ഷിക്കണം. മലയാളി കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വളർന്നു വരുന്ന ഒരാളെ ഒരിക്കലും മുന്നോട്ട് പോകുവാൻ അനുവദിക്കാത്ത ഒരു രീതി അവരുടെ മുന്നിലുണ്ട്. ഞാനൊരു ചെറിയ കഥ പറയാം, നിങ്ങൾക്കൊക്കെ കേട്ടിരിക്കുന്നതായിരിക്കാം. ആഗോള വ്യാപകമായി ഞണ്ടുകളെ എല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ സമ്മേളനം ഉണ്ടായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ഞണ്ടുകളെയും ഒരു നല്ല ഗ്ലാസ് ഇതിലാക്കി ടിന്നിലാക്കി അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു. എല്ലാവരുടെയും ഞണ്ടുകളുടെ ആ കൂടുകൾക്കെല്ലാം ഒരു അടപ്പുണ്ടായിരുന്നു, അതിനെല്ലാം ഒരു ചോപ്പുണ്ടായിരുന്നു, അതൊന്നും വെളിയിലോട്ട് പോകത്തില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഞണ്ടിനെ കൊണ്ടുവന്ന് കേരളത്തിൽ നിന്നാണ്. അത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ബൗളിൽ വെച്ചിരിക്കുകയാണ്. ഈ ഞണ്ടുകളൊന്നും വെളിയിലോട്ട് പോകുന്നില്ല. അവിടെ കടന്നു വന്നവർക്കെല്ലാം വളരെ അതിശയമായി തോന്നി. എന്തുകൊണ്ട്
ഈ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വന്ന ഈ ഞണ്ടുകളൊന്നും വെളിയിലോട്ട് പോകുന്നില്ല. അപ്പോൾ അതിന്റെ ആള് വിശദീകരിച്ചു, ഒരു ഞണ്ടും വെളിയിൽ പോകത്തില്ല, അത് മേളിലോട്ട് കയറിയാൽ അടുത്ത ഞണ്ട് കാലെ പിടിച്ച് താഴോട്ട് വലിച്ചിടും. ഈ ഒരു അനുഭവം നമ്മൾക്കുണ്ടാകില്ല. വളർന്നു വരുവാൻ താല്പര്യപ്പെടുന്ന ആരെയും വളർത്തിയെടുക്കുവാനും അർഹതയുള്ളവർക്ക് അംഗീകാരം കൊടുക്കുവാനും നാം പഠിച്ചിരിക്കണം. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടുകളും ഡോക്ടർ മാത്യു വൈരമൻ ഉണ്ടായിരിക്കും എന്നൊരു പ്രാവശ്യം കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുത്തു. ജോൺ here. നമ്മൾ ഹാഫ് ദ വേ പോലും ആയിട്ടില്ല. എല്ലാവരും ട്രൈ ടു മേക്ക് ഇറ്റ് ബ്രീഫ്. താങ്ക് യു. എൻ്റെ പേര് KK ജോൺ. മാത്യു വൈരമനെ വന്ന കാലം തൊട്ട് ഞങ്ങൾ പരിചയക്കാരാണ്, ഒരു നാട്ടുകാരാണ്. ഞങ്ങൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം വളരെ പരിശ്രമിച്ചു. കുണ്ട്ര അസോസിയേഷൻ എന്ന പേര് പറയും. അതിൻ്റെ സെക്രട്ടറിയാണ് മാത്യു വൈരമൻ. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. മാത്യു വൈരമൻ നല്ല ന്യായാധിപനാണ്. അദ്ദേഹം ജയിച്ചു വന്നാൽ നമുക്കെല്ലാവർക്കും വളരെ പ്രത്യാശയോടുകൂടി ഇരിക്കാം. എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. കുണ്ട്ര അസോസിയേഷൻ എന്ന നാമത്തിലുള്ള എല്ലാവിധമായ ആശംസകളും പ്രശംസകളും മിസ്റ്റർ മാത്യുവിനെ അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോജി. പറഞ്ഞ പോലെ 2023 മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ കുഷ്ണിയെ നയിക്കാനുള്ള അവസരം തന്നു നിങ്ങളെല്ലാവരും കൂടി. അത് ഭംഗിയായി നിർത്തി ചെയ്യാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ വൈരമൻ എൻ്റെ അയൽവാസിയാണ്. എനിക്കും അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, ഒരു പോയറ്റാണ്, ലിറിസിസ്റ്റാണ്, എനിക്ക് ഹോമിയോയിൽ അദ്ദേഹത്തിന് പ്രാഗൽഭ്യമുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പ്രൊഫസറാണ്. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. So you can imagine is eligible for this position. അതുപോലെ ഞങ്ങൾക്കൊരു സ്റ്റാഫോർഡ് നിന്നാണ് ഞങ്ങൾ അയൽവാസി എന്ന് പറഞ്ഞില്ല, സ്റ്റാഫോർഡ് ഏരിയ മലയാളി അസോസിയേഷൻ ഉണ്ടാക്കിയിരുന്നു ഒരു 5 വർഷം മുമ്പ്. അതിൻ്റെ ലീഗ് അഡ്വൈസറാണ്. അതുപോലെ എല്ലാ കാര്യവും എനിക്കിപ്പോൾ സമ്മർദ്ദ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഒരു അഡ്വക്കേറ്റിന് ആവശ്യമുണ്ട്, ഒരു അഡ്വൈസിന് ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ഒരു വിധത്തിലുള്ള ജിജ്ഞാസയും കൂടാതെ വൈരമനുള്ള പേര് പറയാൻ നമുക്ക് സാധിക്കും. ഈ സമയത്തും അദ്ദേഹം അവരെ വേണ്ടവർ കൈകാര്യം ചെയ്യുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും അദ്ദേഹം വരുന്ന ഈ പൊസിഷൻ വന്നാലും നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളിലുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അദ്ദേഹത്തിന് തരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇലക്ഷനിലേക്ക് വരുവാണെങ്കിൽ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. 1 വോട്ട്, 2 സാമ്പത്തികം. ഫൈനാൻസ് നമുക്കറിയാവുന്ന പോലെ പബ്ലിക് ഫണ്ട് കൊണ്ടാണ് നമ്മുടെ എല്ലാം ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശശികണ്ഠന്മാരന്മാരി $1 തൊട്ട് മേലോട്ട് ചെയ്ത് സഹായിച്ചെന്നാൽ അത് അദ്ദേഹത്തിന്റെ നമ്പർ ഓഫ് പീപ്പിളുടെ സപ്പോർട്ടിനെ കൂടി കാണിക്കുന്നതായിരിക്കും. എമൗണ്ട് അല്ല, നമ്പർ ഓഫ് പീപ്പിൾ, ഹൗ മെനി പീപ്പിൾ സപ്പോർട്ടിങ്. അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്താണെങ്കിലും എർലി വോട്ടിംഗ് തീരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഇലക്ഷൻ അത്ര ഒച്ച ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മറന്നു പോകാറുണ്ട് പലപ്പോഴും. ആ ഇലക്ഷൻ ഡേറ്റിലേക്ക് വെയിറ്റ് ചെയ്യാതെ നമുക്ക് 2 ആഴ്ചത്തെ ആ വിൻഡോ പീരീഡിൽ തന്നെ എല്ലാവരും തന്നെ എർലി വോട്ട് ചെയ്യാമെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. നമ്മളെ ലാസ്റ്റ് മൊമെന്റിൽ ജോലിയും കൂലിയും തിരക്കും പോയിട്ട് വിട്ടുപോകാറുണ്ട്. അതുകൊണ്ട് ആ വോട്ടും കൊടുത്ത് അദ്ദേഹത്തിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചേർന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെയും ഞങ്ങളുടെ ചെറിയ അസോസിയേഷൻ്റെയും മലയാള അസോസിയേഷൻ പോലെ എല്ലാവിധ സഹകരണം ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന് വിജയിച്ചു വരട്ടെ എന്ന് ഒരിക്കലും ആശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോജി. ഞാൻ അധികം സമയം എടുക്കത്തില്ല. കാര്യം ആൻഡ്രൂ പറഞ്ഞ കണക്ക് ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ് ഓവർ ഹിയർ. വി വാണ്ട് ടു ടോക്ക് ഫർദർ വിച്ച് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. എൻ്റെ പേര് റോബിൻ ഫിലിപ്പ് എന്നാണ്. ഞാനൊരു ഇവിടെ ഒത്തിരി തിരുവല്ലക്കാരൊരു സ്ഥലമാണ്. ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല റെപ്രസെൻറ്റ് ചെയ്ത് ഐ എം ദ സെക്രട്ടറി ഓഫ് ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല. കഴിഞ്ഞ ആഴ്ച ഡോക്ടർ മാത്യു വൈരമനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഹി ഗ്ലാഡ്ലി ഗിവ് us a very small speech about Onam and all. ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന, നമ്മൾ വി ഹാവ് ടു വർക്ക് ഹാർഡ് ആസ് എ ടീം.
ഫ്രണ്ട്സ് ഓഫ് തിരുനാട് നാമത്തിലുള്ള എല്ലാ നന്മകളും നേർന്നുകൊള്ളുന്നു. തീർച്ചയായിട്ടും പിന്നെ എനിക്കറിയാവുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്, പള്ളിയിലുള്ള ആൾക്കാരുണ്ട്, മലയാളി അസോസിയേഷൻ അറിയാവുന്നവരുണ്ട്. ഇവരോടെല്ലാം ഞാൻ തീർച്ചയായിട്ടും നമ്മൾ അഭ്യർത്ഥിക്കുക, ഡോക്ടർ മാത്യു വൈരമൺ ജയിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. താങ്ക് യു സോ മച്ച്. Thank you, Mr. Robin. Next, Dr. Ponnappillai. പൊന്നി ചേച്ചി, സ്നേഹത്തോടെ വിളിക്കാഞ്ഞിട്ടാണോ അറിയാമല്ലോ, ഇവിടെ നിന്ന് പോകുന്നില്ല. പൊന്നി ചേച്ചിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് കം. പിന്നെ നമ്മുടെ ക്യാമ്പയിൻ ഫണ്ടിലത്തേക്ക് ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നെങ്കിൽ മാത്യു വൈരമൺ എന്ന് എഴുതിയിട്ട് നമ്മുടെ ശശിയേട്ടൻ, ക്യാമ്പയിൻ ചെയർമാൻ ശശിയേട്ടൻ അവിടെ ബാക്കിലുണ്ട്, അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതിയാവും. താങ്ക് യു. സംപൂജ്യരായ സദസ്യർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. തികച്ചും അവിചാരിതമായിട്ടാണ് ആ പേര് വിളി കേട്ടത്, അതുകൊണ്ടാണ് വരണമെന്ന് സംശയിച്ചൊന്നുകൂടെ അവിടെ ഇരുന്നത്. ഡോക്ടർ വൈരമണെ കുറിച്ച് പറയാൻ ഒരു ദിവസമല്ല, ഒരു മാസം തന്നെ വേണ്ടിവരും. അദ്ദേഹം ഈ സിറ്റിയിൽ വന്നപ്പോൾ തൊട്ട് എനിക്കറിയാം. പല സ്ഥലങ്ങളിലും ഞാൻ ഒന്നിച്ച് അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, വേൾഡ് മലയാളി കൗൺസിലും മലയാളി അസോസിയേഷനിലും ഒക്കെ. അദ്ദേഹത്തെ പോലെ വേറെ അനുയോജ്യനായ ഒരാളില്ല ഈ പൊസിഷന്. പേഴ്സണാലിറ്റി കൊണ്ടും സ്വഭാവം സൗമ്യത കൊണ്ടും വിദ്യാസമ്പന്നത കൊണ്ടും എല്ലാം കൊണ്ടും ഈ പൊസിഷൻ അദ്ദേഹം അനുയോജ്യനാണ്. അതിന് നമ്മളെല്ലാവരും അദ്ദേഹത്തെ, നമ്മുടെ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, അദ്ദേഹം ഇങ്ങനെയായാൽ നമുക്കെന്ത് കിട്ടുമെന്നുള്ള. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ അത് ഇന്നലെ എല്ലാവരും കണ്ടു. ഇന്നലെ ഇവിടുത്തെ സീനിയേഴ്സിൻ്റെ ഒരു ഓണമായിരുന്നു. പോർട്ട് കൗണ്ടി ജഡ്ജി തൊട്ട് സകലമാന ഇലക്റ്റഡ് ആൾക്കാരും ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ണാനുണ്ടായിരുന്നു. അവർ പറഞ്ഞത് പുനിച്ചേച്ചിയുടെ ഒരു വിളി കൊണ്ട് വന്നതാണ്, പല പ്രോഗ്രാം മാറ്റി വെച്ചിട്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവരുണ്ട് നമ്മുടെ കൂടെ. ഇന്ന് അവരോടുള്ള സ്വാതന്ത്ര്യം നമുക്കൊരു അമേരിക്കക്കാരനോടുണ്ടാകത്തില്ല. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് മുൻപോട്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു 10-20 പേരെ കൂടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ വിജയം നമ്മുടെ വിജയമാണ്. ആ മലയാളി അസോസിയേഷൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നോക്കി എല്ലാവരും, അതാണ് ഞാൻ ചെയ്തിരുന്നത്, മനസ്സിലായി. അതെ, അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇത്ര സൗമ്യനായ ഒരാളെ മുഖസ്തുതിയൊന്നുമല്ല, പലപ്പോഴും എനിക്ക് പല ആവശ്യങ്ങൾക്കും ഞാൻ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ പ്രോബ്ലം അല്ല, ഇവിടെയുള്ള കുടുംബകലഹങ്ങളും ഭാര്യയും ഭർത്താവും കൂടെയുള്ളതുള്ള അഭിപ്രായ വ്യത്യാസം, ഇതിനെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അതിനെല്ലാം എനിക്ക് ആൻസർ തരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം നമ്മുടെ ഓരോ മലയാളികൾ അദ്ദേഹം ആ സ്ഥാനത്തെത്തിയാൽ നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. എനിക്ക് ഈ അവസരം തന്നതിൽ അദ്ദേഹത്തിനോടും എൻ്റെ പേര് വിളിച്ചതിന് ആൻഡ്രൂസിനോടും ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഫാൻസി മോൾ പള്ളാത്ത മേഡം. താങ്ക് യു പൊന്നു ചേച്ചി. ഗുഡ് ഈവനിങ് എവ്രിവൺ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഡോക്ടർ വൈരമണിന്റെ ഈ ക്യാമ്പയിൻ ഒരു സാന്നിധ്യമാകാൻ ദൈവം അനുവദിച്ചതിൽ നന്ദി പറയുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു ജഡ്ജ് എങ്ങനെയായിരിക്കണമെന്ന്. I remember what Socrates said. A judge should be hearing courteously, answering wisely, listening soberly, judging impartially. ഈ 4 ക്വാളിറ്റീസിലും ഡോക്ടർ വൈരമൺ ഒരുപോലെ മികച്ച ആളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് വളരെ സന്തോഷത്തോടുകൂടി ഞാനത് പറയുന്നു. എന്നും സൗമ്യഭാവത്തോട് മാത്രം കണ്ടേക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ വൈരമണിൻ്റെ. അദ്ദേഹം വളരെ പ്രഗത്ഭനായി വിജയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. I belong to Princeton 3. Proudly I can say that, and I will be working very hard, telling my neighbors as well as my colleagues, and whatever I can do, I will do to make it happen. And wishing you the very best. And എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞാൻ ഒരു കാര്യം പറയട്ടോ, ബൈബിളില്
ഒരു ന്യായാധിപനെ പറ്റി പറയുന്ന ഒരു ഉപമ ഈശോ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ ജഡ്ജ് യാതൊരു തരത്തിലും ഒരു നല്ല മനുഷ്യനായിരുന്നില്ല. പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ടൊരു ലേഡി ഈ ന്യായാധിപനെ ചെന്ന് മുട്ടുന്നത് കാരണം അവസാനം ഈ ശല്യം ഒഴിവാകട്ടെ എന്ന് ഓർത്ത് അവൾക്ക് ന്യായവിധി നടത്തി കൊടുക്കുന്നു. അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ we have to knock the doors of our neighbors and let's make it happen and let him come out with flying colors. Thank you and all the best. Next, Reverend K.B. Kurula. മാന്യ സദസ്യർക്ക് എൻ്റെ പ്രത്യേക സ്നേഹവന്ദനം. ഡോക്ടർ മാത്യു വൈരമണിനെ ഞാൻ അടുത്ത് പരിചയപ്പെടുവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 വർഷമായി. കഴിഞ്ഞ ക്യാമ്പയിനിലും, ഇതായത് ഈ പ്രാവശ്യം നടക്കുന്ന ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ 2ാമത്തെ ക്യാമ്പയിനാണ് ഇന്ന്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നടന്നതായിട്ടുള്ള ക്യാമ്പയിൻ ഞാൻ ഉണ്ടായിരുന്നു. ഇന്ന് ഈ പ്രാവശ്യത്തെ ആദ്യ ക്യാമ്പയിനിൽ എനിക്ക് വരുവാൻ സാധിച്ചില്ല, ഞാൻ സ്ഥലത്തിലായിരുന്നു. ഡോക്ടർ മാത്യു വൈരമണിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത സമയങ്ങളിൽ ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും അദ്ദേഹത്തെ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഈ അവസരത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ 29 വർഷമായി ഹൂസ്റ്റണിൽ വസിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കിവിടെ ഒരു ചർച്ചുണ്ട്, അറ്റോൺബെറിയിൽ, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഹൂസ്റ്റൺ. വാസ്തവമായിട്ട് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനെന്നും വോട്ടെന്നൊക്കെ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു വലിയ ബാക്കപ്പ് കാണുവാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയെ പിന്തിരിപ്പിച്ച് വളരെ യുനാനിമസ് ആയിട്ട് പ്രവർത്തിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നതായിട്ടുള്ള അവസരത്തിൽ അവർക്ക് വേണ്ട കൈത്താങ്ങലുകളൊക്കെ കൊടുത്ത് അവരെ എൻകറേജ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, ഈ ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റിയിൽ സ്റ്റാഫോർഡിലും ഷുഗർലാൻഡിലും പെയർലാൻഡിലും ഒക്കെ അങ്ങനെ പല കൗണ്ടികളിൽ, ഈ ഫോർമൻ കൗണ്ടി, ഈ കൗണ്ടികളിലൊക്കെ നമ്മുടെ മലയാളികൾ നേതൃത്വ നിരയിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ പോയതായിട്ടുള്ള കെൻ മാത്യു, അതുപോലെ റോബിൻ എലക്കാട്ട്, അതുപോലെ KP ജോർജ്, ഇങ്ങനെ പലരും വാസ്തവമായിട്ട് അവരെയൊക്കെ ആ ലീഡർഷിപ്പിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇപ്പോൾ ഡോക്ടർ വൈരമൺ ഒരു പൊസിഷനിലേക്ക് മത്സരിക്കുകയാണ്. അദ്ദേഹം പ്രിൻസൺ 3-ൽ ഒരു ജസ്റ്റിസ് ഓഫ് പീസിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുമ്പോൾ നമ്മുടെ മലയാളികളായി ഒത്തൊരുമിച്ച് നിന്ന്, എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചവർ ഓർപ്പിച്ചതുപോലെ, നാം ഈ ഇലക്ഷൻ ഡേ വരെ കാത്തിരിക്കാതെ അതിനു മുമ്പ് തന്നെ അതിൻ്റെ സമയവും സാഹചര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മുടെ പ്രിയപ്പെട്ടവരെ എൻകറേജ് ചെയ്ത് ഈ വ്യക്തിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ, ഇദ്ദേഹം ഒരു ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി വളരെ അശ്രാന്ത പരിശ്രമം നയിക്കേണ്ടതായിട്ടുള്ള വലിയ ചുമതല നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്കുണ്ട്. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ നാം ന്യൂസ് മീഡിയയിലൂടെയൊക്കെ ഈ രാജ്യം കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധികളെയൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചാർലിയുടെ മെമ്മോറിയൽ സർവീസിൽ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വന്നത്, ഓൺലൈനിൽ. അതിനകത്ത് വളരെ വ്യക്തമായി വികാരഭരിതരായി അനേക യൗവനക്കാർ മുൻപോട്ട് കടന്നു വന്ന് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ആ പതാക ഏന്തിക്കൊണ്ട് വളരെ ധീരതയോടുകൂടെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് അനേകരവിടെ സംസാരിക്കുന്നത് കേൾപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നാം ലീഡർഷിപ്പിലേക്ക് വരുന്നവരെ വേണ്ട വിധത്തിലുള്ള എൻകറേജ്മെന്റ് ചെയ്ത് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവമായ കർത്താവ് നമുക്ക് അതിന് ഏവർക്കും പ്രത്യേകമായ കൃപയും സഹായവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. എല്ലാവിധമായ വിജയ ആശംസകളും മാത്യു വൈരമണ് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഡോക്ടർ നൈനൻ മാത്തുള്ള.
മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരമുണ്ട്. പ്രത്യേകിച്ച് സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും. ഡോക്ടർ മാത്യു വൈരമനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. എന്നാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്ത് ഞാൻ ഓർക്കുന്നില്ല. 2005 മുമ്പാന്ന് തോന്നുന്നു. എൻ്റെ ആദ്യത്തെ 2 പുസ്തകങ്ങൾക്ക് ഫോർവേഡ് എഴുതിയ അദ്ദേഹമാണ്. അത് 2010 അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ്. കാരണം ഒരു ഇലക്ഷൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധൈര്യം ആവശ്യമുള്ളൊരു ഒരു അംഗക്കളമല്ല, ഒരു യുദ്ധക്കളമാണ് ഇതെന്നുള്ള. അതുകൊണ്ട് തന്നെ നല്ല ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇലക്ഷൻ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഭീരുക്കളുടെ വേദിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹം സെൽഫിഷ് അല്ല എന്നുള്ള. ഇപ്പം ഈ അടുത്ത സമയത്ത് കണ്ടതാണ്, ഒരു ഹോംലൈൻ അസോസിയേഷനിൽ പോലും അതിൻ്റെ പ്രസിഡൻ്റായിട്ടോ ബോർഡിലോ ഇരിക്കാത്തവരോ, ഒരു മലയാളി അസോസിയേഷനിൽ പോലും ബോർഡ് മെമ്പർ ആകാത്ത ആൾക്കാരോ നേരിട്ട് ചാടിക്കയറി കോൺഗ്രസിലേക്ക് മത്സരിക്കുക. കാരണം ഈ പൊസിഷനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗ്ലാമറാണ്. സ്റ്റേജ് ഉണ്ട്, ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അതൊക്കെ കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. ഇതിൻ്റെ ഗ്ലാമർ അതാണ് അവരെ അട്രാക്റ്റ് ആയിരിക്കുന്നത്. അപ്പം അങ്ങനെയല്ല, ജനങ്ങളെ സേവിക്കുക, സെൽഫ്ലെസ്, ആ ഒരു സർവീസ് മെൻറ്റാലിറ്റിയോടെ ഇത് മുമ്പിലേക്ക് വരുന്നവരെ ഇതിനകത്ത് ജയിക്കത്തുള്ളൂ. നമ്മൾ നാട്ടിൽ ഈ കൊപ്ര ആട്ടി എണ്ണ എടുക്കുമ്പോൾ കക്കന് നമുക്ക് കിട്ടും. അത് വളരെ ഡെലീഷ്യസാണ്. ആ കക്കന് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. കക്കനെടുക്കാൻ നമ്മളാരും എണ്ണ ആട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലാമറും പ്രസ്റ്റീജും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ജനങ്ങളെ സേവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മോട്ടീവ്. അടുത്തത് മൂന്നാമത്തെ കാര്യം, അദ്ദേഹം വളരെ ഫെയറാണ്. അതാണ് ഒരു ജഡ്ജിന് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റി. അത് ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യവും ന്യായവും നീതിയുമാണ്. അപ്പോൾ നമ്മൾ ഇലക്റ്റഡ് ഒഫീഷ്യൽസിന് പിന്നെ ജഡ്ജസിനെ ഒക്കെ നമ്മൾ ഫെയറായിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ എലക്ട് ചെയ്യാം. പിന്നെ ലാസ്റ്റ് എനിക്ക് പറഞ്ഞു നിർത്താനുള്ളത്, നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് വാങ്ങിക്കുക, എത്രയും കൂടുതൽ സംഘടനകളുടെ എൻഡോഴ്സ്മെൻറ്റ് വാങ്ങിക്കുക. അതുപോലെ ഇത്രയും കൂടുതൽ യാർഡ് സൈൻസ് നമ്മൾ നമ്മുടെ യാർഡിൽ വെക്കുക. കാരണം നമ്മളൊരു യാർഡ് സൈൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്മ്യൂണിറ്റി മുഴുവനും നമ്മൾ അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ചുറ്റുമുള്ള നെയ്ബേഴ്സൊക്കെ കാണുന്നത്. അപ്പോൾ അവർക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവരിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ യാർഡ് സൈൻ നമ്മുടെ യാർഡിലുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും, നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. താങ്ക് യു ഡോക്ടർ നയനൻ മാത്തുള്ള. നെക്സ്റ്റ് മിസ്റ്റർ ജെയിംസ് മുട്ടുങ്കൽ. ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു വൈരമൺ, സദസ്സിൽ ഇരിക്കുന്ന ബഹുമാന്യരെ, ഞാൻ ഏതാണ്ട് 13 വർഷമായി ഡോക്ടർ മാത്യു വൈരമണെ പരിചയപ്പെടുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ റൈറ്റേഴ്സ് ഫോറത്തിലും അതുപോലെ മലയാളം സൊസൈറ്റിയിലൊക്കെയാണ് ആദ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അത് കഴിഞ്ഞ് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണിൽ അദ്ദേഹത്തെ പരിചയപ്പെടുവാനൊക്കെ ഇടയായി. ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത്, അദ്ദേഹത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം ഈ രാജ്യം ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 2 ചിന്താധാരകളാണ് ഈ രാജ്യത്ത് ഉള്ളത്. ഞാൻ അതേക്കുറിച്ച് അതിലേക്ക് കടക്കുന്നില്ല. അപ്പം നമുക്കറിയാം, അദ്ദേഹം ഏതാണ്ട് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ആലോചിച്ച് ഇവിടെ ഒരു ഇൻഡോ അമേരിക്കൻ റിപ്പബ്ലിക്കൻ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ തുടങ്ങുകയുണ്ടായി. ഇവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒഫീഷ്യൽസ് വന്ന് ഉദ്ഘാടനം ചെയ്ത മലയാളികളുടെ ആദ്യത്തെ സംഘടന അതാണ്. അത് ഇവിടുത്തെ ഒഫീഷ്യൽസിൻ്റെ അനുമതിയോടുകൂടി, അവരുടെ അനുവാദത്തോടുകൂടി തുടങ്ങിയ ഒരു സംഘടനയാണ്. അദ്ദേഹം അതിൻ്റെ ചെയർമാനും ഞാൻ അതിൻ്റെ പ്രസിഡന്റുമാണ്. ആ സംഘടന 7 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ അതെന്തുകൊണ്ട് അത് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരേണ്ട ഒരു ആവശ്യമാണ്. വളരെ നല്ല ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ രാഷ്ട്രം നന്നാവത്തുള്ളൂ. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിലും, ഒരു സിറ്റിസൺ ആയിരിക്കുന്ന ഒരു വ്യക്തി പഞ്ചായത്ത് ഇലക്ഷനിലും മുനിസിപ്പൽ ഇലക്ഷനിലും കോളേജ് ഇലക്ഷൻ തൊട്ട് നമ്മൾ മത്സരിക്കും. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യുക, തിരിച്ച് മടങ്ങി വീട്ടിൽ പോവുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മുടെ മലയാളികൾ കൂടുതലും ചെയ്യുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ ചില റൈറ്റ്സ് ഉണ്ട്, നമുക്ക് വോട്ടിംഗ് പവറുണ്ട്, നമുക്ക് ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനായിട്ടുള്ള അവസരമുണ്ട്. എന്തുകൊണ്ടോ അതൊന്നും നമ്മുടെ ആളുകൾ ചെയ്യുന്നില്ല. അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയും
ഒക്കെയാണ് ഞങ്ങൾ അത് തുടങ്ങിയത്. അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു കടമയാണ്, ഈ ഓരോ പൗരൻ്റെയും കടമയാണ് ഈ രാജ്യത്ത് രാഷ്ട്രീയം മോശമായ ഒരു കാര്യമല്ല. എല്ലാ പാർട്ടികളിലും നല്ല ആളുകളും ചീത്ത ആൾക്കാരുമുണ്ട്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ദൈവവിശ്വാസത്തിനും അടിസ്ഥാന നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാർ ആരാണ്, ഏത് പാർട്ടിയാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള വിവേകം നമുക്കുണ്ട്. നമ്മളത് വയസ്സായിട്ട് നമ്മൾ ചൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. മതവർഗീയ കാര്യങ്ങൾക്കൊന്നും ഉപരിയായിട്ട് നമ്മളതിലൊന്നും ചിന്തിക്കുന്ന ആളുകളല്ല. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്കറിയാം. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇപ്രാവശ്യം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പൊസിഷനിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് എല്ലാ നന്മകളും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഗോഡ് ബ്ലസ് അമേരിക്ക. Thank you, James. Next, Mr. Joey and Samuel, please come. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ മാത്യു വൈരമണിനെ ഒരു 90s മുതലുള്ള പരിചയമാണ്. റൈറ്റേഴ്സ് ഫോറത്തിൽ സന്നിച്ചാന് അതുപോലെ പലരും ഇവിടെ ഇരിപ്പുണ്ട്, ചിലരൊക്കെ കടന്നുപോയി. അങ്ങനെ അന്നു മുതലുള്ള പരിചയമാണ്. അദ്ദേഹത്തെ അറിയുന്ന കാലം മുതൽ സൗമ്യനും സുശീലനും ആർക്കും എന്തും സഹായം ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു മാന്യ വ്യക്തിയാണ്. ഡോക്ടറെന്നോ പ്രൊഫസറെന്നോ ഏത് നിലയിൽ വേണമെങ്കിലും അദ്ദേഹം പ്രവർത്തിപ്പാൻ കഴിവുണ്ട്. അദ്ദേഹം തന്നെ ജഡ്ജായി വരുന്നത് എപ്പോഴും അഭിമാനമാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അഭിമാനമാണ്. നമുക്കെല്ലാവർക്കും കൂടി അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയണം. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒറ്റച്ചെറുതായി നിന്നുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ സഹായവും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സുഹൃത്ത്, വർഷങ്ങളായിട്ട് മാത്യു എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ മെയിൽ ഞാൻ ഷുഗർലാൻഡിൽ മത്സരിച്ച ഒരു കാൻഡിഡേറ്റാണ്. നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി, നല്ല ഔട്ട്കമ്മിൽ കൂടെ എനിക്ക് വരാൻ സാധിച്ചു. പക്ഷേങ്കിൽ 5 കാൻഡിഡേറ്റ് സെയിം പൊസിഷനിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ദ വോട്ട് വാസ് ഡിവൈഡ്. പക്ഷേങ്കിൽ ഏകദേശം 2800 വോട്ട് എനിക്ക് കിട്ടി. വളരെ ഗംഭീരമായിട്ട് ഇലക്ഷൻ എനിക്ക് മത്സരിക്കാൻ സാധിച്ചു. എനിക്ക് പറയാനുള്ളത്, പലരും ഇവിടെ പറഞ്ഞു, എനിക്ക് കുറച്ച് സജഷൻസാണ് മാത്യുവിനെ ജയിപ്പിക്കാൻ. മാത്യുവിന് നമ്മുടെ വോട്ട് മാത്രം പോരാ, നമ്മുടെ പൈസ മാത്രം പോരാ. ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നവരെ ഇനിയും വരാനുള്ളവരും എല്ലാം കൂടി നമുക്ക് ഇവിടെ വീടുകൾ കയറി നോക്ക് ചെയ്തവരോട് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ വോട്ട് കൂടുതലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മലയാളികൾ അധികം താമസിക്കുന്ന സ്ഥലമല്ല ഷുഗർലാൻഡ്. എൻ്റെ വോട്ട് കൂടുതലും ഇവിടുത്തെ മലയാളികൾ, നമ്മുടെ ആൾക്കാരൊക്കെ വോട്ട് ചെയ്തു, ഇന്ത്യക്കാരൊക്കെ വോട്ട് ചെയ്തു. പക്ഷേങ്കിൽ എനിക്ക് വോട്ട് കിട്ടിയത് ഈ ഇവിടുത്തെ വൈറ്റ് കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഗ്രേറ്റ് വുഡ് ഇങ്ങനെയുള്ള നമ്മുടെ ഷുഗർ മില്ല് ഇങ്ങനെയുള്ള ഏരിയ ഞാൻ ഫോക്കസ് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ കണ്ടത് ഈ ആൾക്കാരെ നമ്മൾ നേരിട്ട് പോയി കാണുക, ഓരോ വീട്ടിലും പോയി നോക്കിയത് അവരോട് സംസാരിക്കുക. ഇപ്പം മാത്യു ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഹി ഈസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്. അതിന് യാതൊരു സംശയമില്ല. ഒരു ജഡ്ജ് എന്നുള്ള നിലയിൽ ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ. പക്ഷേങ്കിൽ ആ മെസ്സേജ് ഹാസ് ടു റീച്ച് ടു ദ വോട്ടേഴ്സ്, ഇവിടുത്തെ ആക്റ്റീവ് മെയിൻ സ്ട്രീം കമ്മ്യൂണിറ്റി. അത് നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ 3-4 പേര് വീതം, അല്ലെ 1-2 പേര് വീതം എല്ലാ വീടുകളും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ആരും പോകാത്ത സ്ഥലങ്ങളിൽ. പുള്ളിക്ക് ഹി ഹാസ് ആൻ ഇൻകംബന്റ്. ഇപ്പോഴത്തെ ജഡ്ജ് മത്സരിക്കുന്നുണ്ട്. അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വേറെ ആളുണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയിലും വേറെ ആളുകൾ കാണും. മുമ്പേ ആരോ പറഞ്ഞു കഴിഞ്ഞു, ഇത് ധൈര്യമുള്ളവരുടെയും
ഇച്ചിരി തൊലിക്കട്ടിയുള്ളവരുടെയൊക്കെ ഒരു പരിപാടിയാണ് ഈ പൊളിറ്റിക്സ് എന്ന്. വെരി ട്രൂ. പക്ഷേ നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പൈസ വേണം, നമ്മുടെ വോട്ട് വേണം. അതിൽ കൂടുതൽ, ഇതിനെക്കാട്ടി കൂടുതൽ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്നത് നമ്മൾ ഓരോ വീടുകളിലും പോയി അദ്ദേഹം ആരാണ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ റിമെമ്പർ ചില വീടുകളിൽ പോയി 3/4 മണിക്കൂർ വരെ ഞാൻ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഈ വോട്ട് ചെയ്യാൻ ആൾക്കാർ വരുമ്പോൾ, വിളംബരമൊക്കെ വരുമ്പം അവരുടെ കാൻഡിഡേറ്റ്സ് തന്നെ അതിശയിക്കുകയാണ്. എൻ്റെ അതുപോലുള്ള ഒരു റിലേഷൻ ഞാൻ ബിൽഡ് ചെയ്തു. അപ്പം മാത്യുവിന് സാധിക്കും. ഈ നമ്മുടെ മലയാളികളെ കൊണ്ട് മാത്രം മാത്യു ജയിക്കുകയില്ല, ഇന്ത്യക്കാരെ കൊണ്ട് മാത്രം മാത്യു ജയിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. മാത്യു ജയിക്കണമെങ്കിൽ നമ്മുടെ ഹെൽപ്പ് വേണം. വി മസ്റ്റ് ഗോ ഔട്ട്, റീച്ച് ഔട്ട് എവരിവൺ. അത് മലയാളികൾ, ഇന്ത്യക്കാര്, പാകിസ്ഥാനീസ് ഒത്തിരി ഉണ്ട്, അതുപോലെ മറ്റ് അമേരിക്കൻ, സ്പാനിഷ് ആൻഡ് വൈറ്റ് കമ്മ്യൂണിറ്റി. ഓൾ ദ ബെസ്റ്റ് മാത്യു. ആൻഡ് ഞാനും പ്രിസിം 3 ആണ്. എൻ്റെ ഭാവം നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. ഫോർ ദ ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്ന് ഇങ്ങനെ നിന്ന് 2 വാക്ക് പറയണം ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ എൻ്റെ നാട്ടുകാരൻ ഒരാൾ പറഞ്ഞു അദ്ദേഹം റിപ്പബ്ലിക്കൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ വൈരവനോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടും വൈരവനോടുള്ള കോണ്ടാക്റ്റ് കൊണ്ടും മാത്രമാണ് ഇവിടെ വന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞാൽ ഞാനൊരു ഡെമോക്രാറ്റ് ഫോളോവറാണ്. രജിസ്റ്റേർഡ് പ്രസിഡൻ്റും ഒന്നുമല്ല. പക്ഷേ നമ്മളെപ്പോഴും നോക്കേണ്ടത്, നമ്മുടെ ഒരു മലയാളി നിന്നാൽ അവിടെ രാഷ്ട്രീയം നോക്കാതെ ആ മലയാളിയോടുള്ള സ്നേഹം കൊണ്ട് വോട്ട് ചെയ്യാനും അതിനോടുള്ള സപ്പോർട്ട് കൊണ്ടുമാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പാർട്ടി നെയിലല്ല എന്ന് വളരെ ധൈര്യമായിട്ട് ഞാൻ പറയുകയാണ്. ആ ഒരു സ്വഭാവത്തോടുകൂടി എല്ലാവരും പെരുമാറിയാൽ ഇദ്ദേഹം ജയിക്കും. വേറെ ഇവിടെ 2 പാർട്ടി ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം നിൽക്കുന്ന റിപ്പബ്ലിക്കൻ ടിക്കറ്റിലുമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെല്ലാം മറന്ന് നമ്മളുടെ ഒരു മലയാളി, കഴിവുള്ള ഒരാൾ, നിയമപരമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ, ശാന്തനാണ്. പിന്നെ ആ ശാന്തതയ്ക്ക് ഞാൻ എൻ്റെ ഒരു അഡ്വൈസാണ്, ഒരു ജഡ്ജ് എപ്പോഴും അങ്ങ് ശാന്തനായിട്ടിരിക്കരുത്. നിയമങ്ങളൊക്കെ നോക്കിയിട്ട് ഇമ്പാർഷ്യലായിട്ട് അല്ല, ശാന്തനായിട്ടാണ് എന്നിട്ട് അയ്യോ എനിക്ക് അവളോട് ഒരു സിമ്പതിയുണ്ട് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊന്നും തോന്നരുത്. വൈരവനെ എനിക്ക് ഒത്തിരി കൊല്ലം കൊണ്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളൊക്കെ പറയുന്നതിൽ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് സംസാരിക്കും. ബിക്കോസ് ഐ നോ വൈരവൻ വെരി ക്ലോസ്. ശാന്തത ശകലമൊക്കെ മാറ്റി ഒരു ജഡ്ജായിട്ട് എല്ലാ വിജയങ്ങളും നേരുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യാൻ തയ്യാറാണ്. താങ്ക് യു വെരി മച്ച്. ഹലോ, ഗുഡ് ഈവനിങ് ടു എവരിബഡി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങളാണ് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ഇന്ത്യയും വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ അമേരിക്കയും. നമ്മളെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തിന് വന്നിട്ടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ഇലക്ഷനെ ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ പല രാജ്യങ്ങളിലും ഇലക്ഷൻ നടക്കുന്ന കണ്ടിട്ടുണ്ട്. ആ ഇലക്ഷനിൽ പോളിംഗ് ശതമാനം നമ്മൾ കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങളിലും 20 അല്ലെങ്കിൽ 25% പോളിംഗ് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം 80-ൽ 80-ഓ 75-ഓ മാക്സിമം 90 വരെയൊക്കെ വരുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് വരുന്നവരാണ് നമ്മൾ. ഉൾക്കൊള്ളുന്ന ആശയങ്ങളും ഐഡിയോളജിയും പ്രിൻസിപ്പിളും ഉൾക്കൊള്ളുന്ന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ശ്രീ മാത്യു വൈരമൻ ഇവിടെ മത്സരിക്കുന്നത്.
ഞാൻ പലപ്പോഴും പല രാഷ്ട്രീയ മീറ്റിങ്ങുകളിലും അദ്ദേഹവുമായിട്ട് പലപ്പോഴും സഹകരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ 1992 വോട്ട് ചെയ്യുന്നത് വലിയ പുരുഷനാണ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, താൻ വലിയ പണക്കാരനാണോ? അപ്പോൾ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് വന്നേക്കുന്ന എല്ലാവരും ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ പണക്കാരുള്ള പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യുക എന്നാണോ എന്നോട് ചോദിച്ചത്. പക്ഷേ എനിക്ക് അതിനുള്ള മറുപടി, ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രിൻസിപ്പിളും ഐഡിയോളജിയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മിസ്റ്റർ മാത്യു വൈരമൺ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ബുഷിന് വോട്ട് ചെയ്തത്. കാരണം നമ്മളുടെ മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും മറ്റ് ധാർമ്മികതയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള പാർട്ടിക്ക് ഒന്നും ധാർമ്മികതയില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ രണ്ട് പാർട്ടികളാണ് സാധാരണ, ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അമേരിക്കയിൽ ഇലക്ഷന് ഫേസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് ഒരു രാഷ്ട്രീയ മീറ്റിംഗ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ എത്ര കോടി കാണുന്നു, അത് എത്രയാണെന്ന് അത് അതിൻ്റെ നടത്തുന്ന ആൾക്ക് വരെ ശരിക്കും അറിയത്തില്ല എത്ര പാർട്ടിയെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിൽ നമുക്ക് ഒരു ധാർമ്മികമായ ഈ സിസ്റ്റത്തെ നമുക്ക് എന്ത് കിട്ടുന്നു, സിസ്റ്റത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതെ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതല്ല, ഈ ബെനിഫിറ്റ് കിട്ടുന്നതിന് നിങ്ങൾ എന്തെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ അമേരിക്കൻ മിലിറ്ററി പോയിട്ടുള്ള ജോർജ് കാക്കനാടല്ല വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുവാനും ഇതിൻ്റെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുവാനും ഇതിൻ്റെ ഒരു ജഡ്ജ് എന്ന രീതിയിൽ അദ്ദേഹത്തെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. പല കാര്യങ്ങൾക്കും ഞാൻ അദ്ദേഹത്തെ റെഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് അമേരിക്ക. ജസ്റ്റിസ് ഓഫ് പീസ്, സമാധാനം. ഇന്ന് സെപ്റ്റംബർ 21 ഞായറാഴ്ച. ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസത്തിന്. ലോക സമാധാന ദിനമായിട്ട് ലോകമെങ്ങും ആചരിക്കുന്ന ഒരു ദിനം. അപ്പോൾ ഈ വാക്കിന് പ്രസക്തിയുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ലോകത്ത് സമാധാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യുദ്ധങ്ങളുടെ ഒരു പെരുമഴ, പല ആയുധമെടുത്തുള്ള യുദ്ധം, താരീഫ് യുദ്ധം, മാനസികമായ യുദ്ധം, അങ്ങനെ പല യുദ്ധങ്ങളും ലോകം നടക്കുന്ന ദിവസമാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ദിവസത്തിന്. ഞാനിന്ന് ഇവിടെ എൻസൈക്ലോപീഡിയ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. ലോക വൈഫ്സ് അപ്രീസിയേഷൻ ഡേ. ഓക്കെ, അതെല്ലാവരും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. അപ്പോൾ കുടുംബത്തിൽ സമാധാനം തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടെ വൈഫുകളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ കിട്ടും. അത് ഓർക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ, ഞാൻ ന്യൂയോർക്കിൽ നിന്ന് റിട്ടയറായി ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഏതാണ്ട് 17 വർഷമായി. ആ വന്ന കാലം മുതൽ അദ്ദേഹമായിട്ടൊരു വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പ്രത്യേകമായിട്ട് ഞാനും ചെറുതായിട്ട് കുത്തിക്കുറിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്
ഈ കേരള റൈറ്റേഴ്സ് ഫോറം, മലയാളം സൊസൈറ്റി, ഈ വേദികളിലെല്ലാം അദ്ദേഹവും വളരെയധികം സജീവമാണ്. ഞാനും ആ മീറ്റിങ്ങുകളിലെല്ലാം പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ എഴുത്തിൽ, അതേമാതിരിയുള്ള ഡിബേറ്റിൽ, സംവാദങ്ങളിൽ എല്ലാം അദ്ദേഹം വളരെയധികം കൃത്യത പുലർത്തുന്ന, നീതിബോധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ ഇടപാടുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈസ് ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാവർക്കും ജസ്റ്റിസ്. ആൻഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇംപാർഷ്യൽ. അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണം എപ്പോഴും അതാണ് നമ്മൾക്ക് എപ്പോഴും വേണ്ടത് ഒരു ജഡ്ജിന്. നമുക്കറിയാം, ഇവിടെ ഒരു വ്യക്തി കുറ്റം ചെയ്തോ എന്ന് നോക്കാൻ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും പോലീസുകാർ വേണം കുറ്റക്കാരെ പിടിക്കാൻ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് 3-ാം പറ, ഇടിക്കല്, ചതക്കല്, ആ കഥയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകം നാട്ടിൽ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറ്റക്കാരെ പിടിക്കാൻ പോലീസ് വേണം. അവർ കുറ്റം ചെയ്തോ എന്ന് തീരുമാനിക്കാൻ, നിശ്ചയിക്കാൻ ഇവിടെ വക്കീലന്മാർ വേണം, അഡ്വക്കേറ്റ്സ് വേണം. അതാണ് ഇദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പടി കൂടെ അദ്ദേഹം മുന്നോട്ട് പോകുവാൻ, ജഡ്ജ് ചെയ്യുവാൻ പ്രാപ്തനാണ്. അതിനുവേണ്ടിയാണ് വോട്ടേഴ്സിൻ്റെ സഹായം. അദ്ദേഹം ഇവിടെ മാൻ ഓഫ് പീസ്, ജസ്റ്റിസ് ഓഫ് ദ പീസ്, അതിലേക്ക് മത്സരിക്കുകയാണ്. അതിന് ഏറ്റവും എൻ്റെ ഒരു നോട്ടത്തിലെ വീക്ഷണകോണത്തിൽ അദ്ദേഹം 100% യോഗ്യനാണെന്ന് എനിക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കും. അത് ഇപ്പം ഇവിടെ പറഞ്ഞു. തീർച്ചയായിട്ടും ജഡ്ജികൾ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല. സമാധാനത്തോടു കൂടി ജഡ്ജി ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ജഡ്ജി ആ വലിയ കൊട്ടോടിയെടുത്ത് ഇടിച്ച് അവിടെയെല്ലാം ബഹളം ഉണ്ടാക്കേണ്ട ഒരു ജഡ്ജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സൗമ്യനായിട്ട് വിധി പറയാം. ഓക്കെ, അതാണ് ജസ്റ്റിസ് ഓഫ് പീസ്. അദ്ദേഹം മാൻ ഓഫ് പീസ്, ജസ്റ്റിസ് ഓഫ് പീസ് എല്ലാ അർത്ഥത്തിലും. അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ആൽബങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എൻ്റെ നാട്ടിൽ പൈങ്ങോട്ടൂർ, തൊടുപുഴ അടുത്ത് എൻ്റെ സ്വദേശത്ത് അദ്ദേഹത്തിൻ്റെ വളരെയധികം ബന്ധുക്കൾ ഉണ്ട്. അപ്പോൾ അവരിൽ പലരെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളിലെല്ലാം ചരിത്രമുണ്ട്. തീർച്ചയായിട്ടും നാടിൻ്റെ ചരിത്രം എല്ലാം അടങ്ങുന്ന ഒരു പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വിജ്ഞാനം അങ്ങേയറ്റം പകരുന്നവ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ ഒത്തിരി പറയാനുണ്ട്. ഞാൻ പക്ഷേ എല്ലാം പർവ്വതീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് എല്ലാവരുടെയും വോട്ട്, മറ്റ് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും, എല്ലാ വോട്ടേഴ്സിൻ്റെയും വോട്ടുകൾ ലഭ്യമാക്കാൻ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ പണം കൊടുത്തും അല്ലാതെയും എല്ലാ അർത്ഥത്തിലും നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളൂ. പിന്നെ എല്ലാ തരത്തിലുള്ള ആയുരാരോഗ്യങ്ങളും ഭാവുകങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഇത്തരത്തിൽ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതിന് തുടർച്ചയായിട്ട് ജനാധിപത്യം വളരെ സമഗ്രമായിട്ട് പുലരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിക്കുന്ന ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളും ഭരണക്രമങ്ങളും നമുക്ക് എതിരാകാതിരിക്കണമെങ്കിൽ, നമുക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മുടെ ശബ്ദവും നമ്മുടെ പ്രാതിനിധ്യവും ആ വേദികളിലൊക്കെ നമുക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയണം. വളരെ സന്തോഷകരമായൊരു കാര്യം,
ടെക്സസ് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടെക്സസിൽ കാണുന്നൊരു പ്രത്യേകത, പല സമിതികളിലും പല വേദികളിലും നമ്മുടെ ഒന്നായിട്ട് നിന്ന് നമ്മുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൂചനയാണ് നമ്മുടെ ഫോർട്ട് ബെൻ നമ്മുടെ സിറ്റിയുടെ മേയർ ഇവിടെ തുടങ്ങിയത്. അദ്ദേഹം തുടങ്ങിയതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോത്സാഹനം വിവിധ മേഖലകളിലേക്ക് നമ്മുടെ സാന്നിധ്യം എത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ രാഷ്ട്രീയ ബോധം കൂടുതലുള്ളവരാണ്. അമേരിക്കയിലുള്ള ആളുകൾക്കാളേറെ ദൈനംദിന രാഷ്ട്രീയത്തിലും ദൈനംദിന രാഷ്ട്ര വ്യവഹാരങ്ങളിലും താല്പര്യമുള്ളവരാണ്. ആ താല്പര്യമാണ് നമ്മുടെ ഈ രംഗത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇവിടുത്തെ എല്ലാ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിലും നമ്മുടെ സാന്നിധ്യം പ്രകടമാകേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ നിയമ സംവിധാനം, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും കേസ് നടത്തിയിട്ടുള്ള എത്ര ആളുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള നീതി ഉള്ള ഒരു രാജ്യം ലോകത്തില്ല. ഏറ്റവും കൂടുതൽ നീതിക്ക് വില വാങ്ങുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കോർട്ടിലെത്തുന്ന കേസുകളിൽ 70% കേസുകളും ഔട്ട് ഓഫ് കോർട്ടാണ് സെറ്റിൽമെന്റിലേക്ക് പോകുന്നത്. വക്കീലിന്റെ പ്രാഗൽഭ്യമോ അവിടെ നടക്കുന്ന ആർഗ്യുമെന്റോ അല്ല നിയമ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന പലപ്പോഴും. അപ്പൊ ഇത് നമ്മുടെ ആളുകൾക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പൊ അവിടെയാണ് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജഡ്ജിന്റെ സാന്നിധ്യം. ശ്രീ വൈരമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ക്വാളിറ്റികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഈ ഇതിലേക്ക് മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യത നിസ്തർക്കമായി ഇവിടെ പലരും പ്രതിപാദിച്ചു നിന്നും അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് അർഹനാണ്. നമ്മൾ മത്സരിക്കാനും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും അർഹതയുണ്ട്. അടുത്ത് വേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റി അതിന് സജ്ജമാക്കേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഈ സ്ഥാനത്ത് വന്നാൽ ഒരു അവയർനെസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കുവാൻ കഴിയും. അവിടെ മുന്നിൽ വരുന്ന കേസ് വിധി കൽപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ആളുകൾക്ക് അജ്ഞാതമായിട്ടുള്ള, നമുക്ക് പരിമിതമായ അറിവുള്ള ഈ രാജ്യത്തെ നിയമ സംവിധാനവും അത് സഞ്ചരിക്കുന്ന അതിൻ്റെ വഴിയും നമ്മുടെ കമ്മ്യൂണിറ്റിയെ അറിയിക്കുവാൻ അദ്ദേഹത്തെ പോലുള്ള ഒരാളിന്, അദ്ദേഹം ഒരു അധ്യാപകനാണ്, അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ലോയറും കൂടിയാണ്. ഈ 3 കാര്യങ്ങൾ സമന്വയിച്ചുകൊണ്ട് നമ്മുടെ ആളുകളെ ഈ മേഖലയിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. അത് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുവാനുള്ള ബാധ്യത നിർവഹിക്കണം എന്നുള്ള വിനീതമായ റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളത്. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് അതിനകത്ത് വോളണ്ടിയേഴ്സാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാക്കനാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോ ആളുകളെയും കണ്ട് ഓരോ കുടുംബത്തിലും എത്തി അവരെ ഇത് അറിയിക്കുവാൻ ഒരു വലിയ സന്നദ്ധ സംഘത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതൊരു നീണ്ട പ്രോസസ്സാണ്. നമ്മുടെ നാട്ടിലെ പോലെ 21 ദിവസം കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ അവസാനിക്കുന്നതല്ല. ഈ സുദീർഘമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമുക്ക് നിരന്തരം ഈ ഒരു ടെമ്പോ നിർത്തി കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിജയത്തിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാക്കണം. അതിൽ എല്ലാ സപ്പോർട്ടും ചെയ്യാൻ ഞാൻ ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് താല്പര്യമുണ്ട്, സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഊർജവും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്തേ. സുരേന്ദ്രൻ. നെക്സ്റ്റ് മിസ്റ്റർ എബ്രഹാം കെ ഈപ്പൻ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മാത്യു വൈരമണിനെ മലയാളി അസോസിയേഷൻ സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കറിയാവുന്നത്. വേറെ മേഖലകളിൽ ഞാൻ ഡെമോക്രാറ്റ് അല്ല, ഞാൻ റിപ്പബ്ലിക്കനുമല്ല. വേറെ മേഖലകളിൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയുവാനുള്ളത് ഒന്ന്, നിങ്ങൾ എലക്ട് ചെയ്യാൻ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. നീതി നടപ്പാക്കപ്പെട്ടു ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകുമ്പോഴേ അതിൻ്റെ പ്രസക്തി ജനങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ജഡ്ജ് എന്നതിൽ എന്തും വിധിക്കാം. നമുക്കൊരു മാക്സിമം പണിഷ്മെന്റ് ഉണ്ട്, ലോവർ പണിഷ്മെന്റ് ഉണ്ട്, ഒരു റേഞ്ച് ഉണ്ട്. എപ്പോഴും ഒരു കുറ്റകൃത്യത്തിന് സാധാരണഗതി നമ്മൾ കേട്ടിട്ടുള്ളത് റിപ്പബ്ലിക്കനാണ്. എന്നാൽ ഞങ്ങൾ നേരിട്ട് പറയാണ്, റിപ്പബ്ലിക്കൻ ജഡ്ജസ് കർത്തവരെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം പണിഷ്മെന്റ് ലിമിറ്റ് കൊടുക്കും. ഇത് അമേരിക്കയിലുള്ള കാര്യം. വെളുത്തവരെ കണ്ടാൽ ലോവർ ലിമിറ്റ് കൊടുക്കും.
അതല്ല, നീതി കൃത്യമായിട്ട് നടപ്പാക്കപ്പെടണം. ആ ഒരു രീതിയിൽ കമ്മിറ്റ്മെന്റ് അങ്ങേക്ക് ഉണ്ടാവണം. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ റിപ്പബ്ലിക്കനും അല്ല ഡെമോക്രാറ്റും അല്ല. ഒരു കാര്യം കൂടെ, ഞാൻ വലിയ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, ആരെ ഉപദേശിക്കാനും ഞാൻ വലിയ ആളല്ല. ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കണ്ട കാര്യം, ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് ചെതറിക്കാൻ പ്രൈമറിയിൽ വേറെ ആളെ നിർത്തും. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് ചെതറിക്കാൻ ഡെമോക്രാറ്റ്സ് നിർത്തും. വോട്ട് ചെതറിപ്പോവും. നാട്ടിലെ തരികിട അഭ്യാസം നിർത്തിയാൽ നിങ്ങൾ പ്രൈമറി ജയിക്കും. ഈ തരികിട അഭ്യാസം ഞങ്ങളല്ല നിയന്ത്രിക്കുന്നത്, ഇവിടെ കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് ആ തരികിട അഭ്യാസം നിർത്തി നിങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മലയാളികൾ വോട്ട് കിട്ടും. പക്ഷെ മലയാളി വോട്ട് മാത്രം ജയിക്കത്തില്ല, അതിന്റെ മേളിൽ മറ്റ് കമ്മ്യൂണിറ്റി വോട്ട് വരണം. മലയാളികളെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ ജയിക്കത്തില്ല. അതിന്റെ മേളിൽ ബേസ് വോട്ടായിട്ട് നിർത്തിക്കൊണ്ട് അതിന്റെ മേളിൽ ഒരു തരംഗം പോലെ മറ്റ് വോട്ടുകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം, നമ്മൾ സമാഹരിക്കാൻ ശ്രമിക്കണം. ആ സമാഹരണത്തിൽ കൂടെ മാത്രമേ നമ്മൾ ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് മലയാളികളോ നോർത്ത് ഇന്ത്യൻസോ സൗത്ത് ഇന്ത്യൻസോ ഒന്നും നോക്കിയാലൊന്നും അല്ല ജയിക്കുന്നത്. ഇത് ബേസ് വോട്ടാക്കണം. അതാ ബേസ് വോട്ട് ചെതറാതിരിക്കാനുള്ള ശ്രമം. നിങ്ങൾ റിപ്പബ്ലിക്കനാണ്, ഡെമോക്രാസി വേറെ പാർട്ടിക്ക് എതിരെ വന്നു കഴിഞ്ഞാൽ, മലയാളി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 വോട്ട് ചെയ്താൽ പറ്റുകയില്ല. ഞാൻ സാഹചര്യം ശ്രദ്ധിച്ചോണം. അത് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. സുരേന്ദ്രൻ പട്ടേൽ എന്ന സുഹൃത്തായിരുന്നു, അദ്ദേഹം നിന്നപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു പണി കിട്ടിയതാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഇറങ്ങി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കും, പ്രൈമറി ജയിക്കും. ഇതാണ് സംഭവം. ഇത് രഹസ്യമായിട്ട് പറയേണ്ട കാര്യം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാ വിജയാശംസകളും. താങ്കളെ എനിക്കറിയാം, മലയാളി അസോസിയേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സുജൻ കാക്കനാട്, പ്ലീസ് കം. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി മാത്യു വൈരമൺ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓണം കഴിഞ്ഞുള്ള ഒരു ക്ഷീണത്തിലാണ് എല്ലാവരും. പലരെയും വിളിക്കുമ്പോഴും ഉറക്കമാണ്. തീർച്ചയായിട്ടും ആ മൂഡിലാണ് എല്ലാവരും ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകി അത്രേ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ എന്ന് സ്കൂളിൽ ഒരു പാട്ട് പഠിച്ചത് ഇപ്പോൾ ഓർത്തു വന്നു. അതായത് ഇപ്പം നമുക്ക് ധാരാളം ബുദ്ധിയും നമ്മുടെ ടാലൻസും ഒക്കെയാണ് ഈ കൈകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ശരിയായ രീതിയിൽ സൂട്ടബിളായ സമയത്ത് ഉപയോഗിച്ചാൽ വിജയം നമുക്ക് സുനിശ്ചിതമാണ്. കഴിഞ്ഞ എൻ്റെ ബ്രദറാണ് ജോർജ് കാക്കനാട്ട്. ഞങ്ങൾ ഇലക്ഷന് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തതാണ്. ഞങ്ങളുടെയൊക്കെ ഈ സ്കിൻ കളറൊക്കെ നല്ലപോലെ കറുത്തു, കാരണം അതുപോലെ വെയിലായിരുന്നു. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി, ഫ്രണ്ട്സും എല്ലാം കൂടെ ഇറങ്ങിയത്. വളരെ ടീഡിയസ്, വളരെ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയാണ്. കാരണം നമ്മളങ്ങനെ സ്ട്രീറ്റ് നടന്ന് എല്ലാ വീടുകളും കയറി ഇറങ്ങി നോക്കി കഴിയുമ്പോൾ ആരും തുറക്കത്തില്ല. അത് പ്രത്യേകിച്ച് നമ്മളെ കാണുന്ന പറഞ്ഞാൽ അവർ ഒന്നുകൂടെ അങ്ങ് അടച്ചിടും. നമ്മുടെ സ്കിൻ കളറോ നമ്മൾ മെക്സിക്കൻ ആണെന്നോ വല്ല ഉദ്ദേശത്തിലായിരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് വർക്ക്, സ്ട്രീറ്റിൽ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് വിജയം സുനിശ്ചിതമാക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഇന്ത്യക്കാർ വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ടാലൻറ്റഡ് ആണെന്നൊന്നും പറഞ്ഞാൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് ആൾക്കാർക്ക്. തീർച്ചയായിട്ടും അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നതായ അതായത് കാണിച്ച ധൈര്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കാരണം മലയാളി കമ്മ്യൂണിറ്റിക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കോടതി, കാരണം ഇലക്ഷൻ ഈ കൗൺസിൽമാൻ ആ രീതിയിലൊക്കെ നമ്മൾ നിന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ വേണ്ട പൊസിഷനാണ്. അദ്ദേഹത്തിന് ടാലന്റഡ് ഉണ്ട്, സുന്ദരനാണ്, സുമുഖനാണ്, സുസ്മരവദനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അതിനെല്ലാം സ്യൂട്ടബിളാണ്. ഫാൻസി മോൾ പറഞ്ഞ പോലെ എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിനുണ്ട്. ജഡ്ജിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. ആകപ്പാടെ നമുക്ക് വേണ്ടത് വോട്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും കൂടെ പരിശ്രമം, നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ നമ്മൾ പലരും കഴിഞ്ഞ ദിവസം ഞാനൊരു അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുത്തും പറഞ്ഞു, ഈ മറ്റുള്ളവരെ കൂടെ നമ്മൾ പങ്കെടുപ്പിക്കുക. നമ്മൾ തന്നെ ചില നമുക്കെല്ലാം ഉണ്ട്, നമുക്ക് പൈസ ഉണ്ട്, അറിയാൻ കാര്യങ്ങളറിയാം. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കൂടി ഇതിനകത്ത് ലോക്കൽ ആൾക്കാരെ കൂടി ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കണം. ഈ വിജയം സുനിശ്ചിതമാണ്. കാരണം പല പ്രാവശ്യം നമ്മൾ ശ്രമിച്ചതാണ് ഇക്കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്രാവശ്യം വിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വേണ്ട അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പൗലോ മറ്റ മഹാകുടുംബയോഗത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അദ്ദേഹം ഞങ്ങളുടെ കുടുംബാംഗമാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട്
എനിക്ക് അദ്ദേഹവുമായിട്ട് അടുപ്പമുണ്ട്. ഞാൻ ഡാളസിലായിരുന്നു, 2 വർഷമായുള്ളൂ ഡാളസിൽ ഇങ്ങോട്ട് ഹൂസ്റ്റണിലോട്ട് മൂവ് ചെയ്തിട്ട്. വളരെ പരിചിത മുഖങ്ങളാണ് എല്ലാവരും തന്നെ, എന്നാലും കൂടുതൽ എനിക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല കമ്മ്യൂണിറ്റിയിൽ. ഞാനിങ്ങനെ ഇത്ര പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സുജൻ. ലേറ്റായിട്ട് വന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കുകയാണ്. നമുക്കിവിടെ സ്നാക്ക് ഉണ്ട്, ടീ ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും എടുക്കുക. പ്ലീസ് ബി റിലാക്സ്ഡ് ആൻഡ് ലിസൺ ടു ദ സ്പീച്ച്. പിന്നെ ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ഡോക്ടർ മാത്യു വൈരമണിൻ്റെ ക്യാമ്പയിൻ ഫണ്ടിലത്തേക്ക് ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നവർ അവർക്ക് ഡോക്ടർ മാത്യു വൈരമൺ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെക്ക് എഴുതിയാൽ മതി. മെമ്മോയിൽ ക്യാമ്പയിൻ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നതിന് കുഴപ്പമില്ല. അദ്ദേഹത്തിന് ക്യാമ്പയിൻ ഫണ്ട് അദ്ദേഹം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശശിയേട്ടൻ നായർ അദ്ദേഹം ബാക്കിലുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ലെറ്റ് മീ ഇൻവൈറ്റ് ശശിധരൻ പിള്ളൈ. നമസ്കാരം, എൻ്റെ പേര് ശശിധരൻ പിള്ളൈ. ഞാൻ ആൾമോസ്റ്റ് 43 ഇയേഴ്സ് ഉണ്ട് ഹൂസ്റ്റണിലുണ്ട്. ഇവിടെ സംസാരിച്ചവരെല്ലാം പല കാര്യങ്ങളും പൊളിറ്റിക്കലായിട്ടും അല്ലാതെയും സംസാരിച്ചു കഴിഞ്ഞു. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളിനി ചെയ്യേണ്ട പ്രാവർത്തികമായ കാര്യങ്ങളാണ്. സാമ്പത്തികമായും പുള്ളിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോരുത്തരും വെളിയിൽ ഇറങ്ങി പുള്ളിക്ക് വേണ്ടി മാത്യുവിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഇലക്ഷന് ജയിക്കുമെന്നുള്ള എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ എല്ലാവരും ഒരേ മനസ്സോടും ഒരേ വ്യക്തിത്വത്തോടും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നും വിശ്വസിക്കുന്നു. കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ആശ്വാസത്തോടും നേരുന്നു. Thank you, Shashidharan Pillai. Is Roy here? Roy Matthew? Yeah, let me invite Joseph Olikan. During that time, let me invite Mr. Joseph Olikan. Please come forward. Hi, Dr. Vairam and my friends. This election is done for precinct 3. So only people can elect him is what could resides in precinct 3. That's number 1. Number 2, as far as Matthew Vairam is concerned, with all the things we said so far, I know him through Republican Party. He is a precinct chair for the Republican Party. So I work with him in the Republican Party. He's a very balanced person. He's very knowledgeable. He's very, what he calls, ശാന്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന. I never seen him excited. I never seen him mad. So that attribute to become a judge. But that doesn't matter. Because few people around here, we know who he is now. Like the previous speaker said, we need to get this message across the other people. Because I don't think there is enough percentage of Malayalis in precinct 3 to get him over the hump. So we need other community. And I'm glad this is the first time a conservative, competing for opposition. Because it is very important at this day and the political climate we got, we are being sort of identified as a partly troublemakers. Indians, because we got a lot of things what is going on, which is a propaganda is produced by both the parties. So now it is very important that we become a part of the political arena. You become a part or you become involved with them. That way we can get this, protect ourselves and our children. You always remember one thing.
we are doing okay. We can get around. But look at our children and the new people coming in. The problem, they look like us. Nobody carries a banner on their head, I was born in America. Every adult 21 or 25, they look like you. They don't know where you come from. Okay, you are an Indian or you are a Pakistani because we look alike. So in order to avoid that one, this election is a process where we get to know other community. Just like Kakanan said, we will go door to door or involve the other people in our meeting like this. There are professionals here, they can bring, their friends here. So it is so important that we have to be included in the main community to get their favor or to ask their vote. So please, number one. Number two, the most important thing is register to vote. There are, I don't say a lot, but there are still people who did not register for the vote. Citizens who did not register for the vote. So the next 2 weeks is the window you can register to vote this election. So we need to make sure in precinct 3 right now, to get people who knows in precinct, they need to find out, hey, are you registered to vote? Otherwise, that's one important thing. Number two, you early voting. Early voting is the one who is very important because that way we can take your time to go and out. So these are few things which you need to understand. I did run for Stafford City Council one time. So my first thing was register. We registered about 200 people. So please try to find out precinct 3 people who is not registered, precinct 3 people to make sure early voting, and involved in other community like pastors, priests, other associations. They can all put your heads together to involve in the community. That way we can get him over the hump. And good luck. Thank you very much. Thank you, Mr. Joseph Wolken. Next, let me invite Mr. Alexander Daniel. വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് ഡോക്ടർ മാത്യു വൈരമണ് ഇങ്ങനെ ഈ പൊസിഷന് വേണ്ടി റൺ ചെയ്യുന്നവർക്ക് ഞാനിവിടുന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ ആവശ്യമായ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി. ഒരു കാൻഡിഡേറ്റ് എങ്ങനെ ജയിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ബേബി ബൂമേഴ്സ് തൊട്ട് ജെൻ വരെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി വളരെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു ഡോർ ടു ഡോറ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. എന്നാൽ ഫൈനാൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ വോട്ട് ചെയ്യുക, അത് മാത്രമല്ല പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഡോക്ടർ മാത്യു വൈരമണ് എടുക്കുവാൻ തക്കോണം അതൊരു വലിയ ഗഡ്സ് തന്നെയാണ്. സാധാരണ ഇലക്ഷന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് $1 മില്യൺ ഒരാളുണ്ടെങ്കിലും $1 ഒരാൾക്കും വോട്ടിൻ്റെ വില 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏർലി വോട്ടിംഗ് അത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. ഏർലി വോട്ടിങ് നിങ്ങൾ വോട്ട് ചെയ്യുക, പ്രവർത്തിക്കുക. ഈ പ്രാവശ്യം ഡോക്ടർ മാത്യു വൈരമനെ വിജയിപ്പിക്കുക. എല്ലാവിധ നന്മകളും നേരുന്നു. ദൈവം സഹായിക്കട്ടെ. വേദിയില്ല എങ്കിലും സാങ്കല്പികമായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ മാത്യു സാറിനെ പരിചയപ്പെടുന്നത് നേരിട്ട് പരിചയപ്പെടുകയല്ല. ആദ്യം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടത് ഒരു ചാനൽ അഭിമുഖത്തിൽ കൂടെ അദ്ദേഹത്തെക്കുറിച്ച് അറിയുവാനും
അദ്ദേഹത്തെ കണ്ട് പരിചയപ്പെടണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മിസ്റ്റർ റെജി വഴി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാനിടയായി. യാതൊരു പരിചയമില്ലാതെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്ത്, ഞാൻ ഇന്നാരാണ്, നാട്ടിൽ നിന്ന് അടുത്തിടയ്ക്ക് വന്നേ ഉള്ളൂ, ഞാനിവിടെ വന്നിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, നാട്ടിൽ നല്ലവണ്ണം സാമൂഹിക പ്രവർത്തനവും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻസ് നേരിട്ടിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, ധാരാളം തോറ്റിട്ടുണ്ട്, ചിലതൊക്കെ ജയിച്ചിട്ടുമുണ്ട്. ഒരു ഇലക്ഷൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് നാട്ടിലെ രീതിക്ക് എനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ അമേരിക്കയിൽ ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്കറിയത്തില്ല. ഐ എം നീദർ എ ഡെമോക്രാറ്റ് നോർ എ റിപ്പബ്ലിക്, ബട്ട് ഐ എം മലയാളി. അപ്പം ഈ ഒരു മലയാളി സ്നേഹം വെച്ചിട്ട്, ഒരു ഭാരതീയ സ്നേഹം വെച്ചിട്ട് മാത്യു സാറ് ഈ ഇലക്ഷനിൽ ജയിച്ചു വരണം എന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. മാത്യു സാറിനെ പരിചയപ്പെട്ടു 1 വർഷമാകുന്നു. മാത്യു സാറ്, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയി, മാത്യു സാർ കൂടെ വിളിക്കാറുണ്ടായിരുന്നു. ചില ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങൾ ചില ആശയങ്ങൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും 2 വിഷയങ്ങൾ സംസാരിച്ചു വന്നത്. ഒന്ന് സാമ്പത്തികവും പിന്നെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസുമാണ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്, നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട. പിന്നെ സാമ്പത്തികം തീർച്ചയായിട്ടും അത് വേണം. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഇവിടെ കാക്കനാട് അദ്ദേഹം പറഞ്ഞ പോലെ, അദ്ദേഹത്തിന്റെ ബ്രദർ പറഞ്ഞ പോലെയും നമുക്കൊരു ടീം വേണം. വി നീഡ് എ ടീം. ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം വേണം, പിന്നെ ക്ലസ്റ്റേഴ്സ് വേണം. എല്ലാ കമ്മ്യൂണിറ്റീസിലും, മലയാളി കമ്മ്യൂണിറ്റി മാത്രമല്ല, നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആൻഡ് ഏഷ്യൻ കമ്മ്യൂണിറ്റീസ്, മറ്റെല്ലാ കമ്മ്യൂണിറ്റീസിലും നമുക്ക് ക്ലസ്റ്റേഴ്സ് നമുക്ക് വികസിപ്പിച്ചിട്ട് നമ്മുടെ റീച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം പോലെ നടത്തി ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ, അതെങ്ങനെ സാധ്യമാവുമെന്ന് എനിക്കറിയില്ല. either it is, it can be door to door or channels or social media, ഇങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോംസ് വഴി അദ്ദേഹം ആരാണെന്നുള്ള ആ സന്ദേശം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. വിസിബിലിറ്റി, we must bring in visibility of the candidate and the qualities of the candidate before the general public and the voters. അപ്പം ഇതിനു വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും, എന്നാൽ കഴിയുന്ന എല്ലാ ശ്രമവും, അർത്ഥം കുറവായിരിക്കും, ആളുകൊണ്ട്, since I am new to this place, since I am struggling myself, അർത്ഥം കുറവായിരിക്കും, പക്ഷെ ആളുകൊണ്ട്, മെയ് കൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ ചെയ്യാം, എൻ്റെ കൂടെ ഉള്ളവരും ചെയ്യുമെന്ന് ഞാൻ വാക്ക് തന്നുകൊണ്ട് സാറിന് എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി അവസരം തന്ന എൻ്റെ സംഘാടകരോട് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ജോസ് എന്നാണ്. മെക്കാലിൽ നിന്ന് ഞങ്ങൾ റീസെൻ്റ്ലി മൂവ് ആയതാണ്. അന്നേരം മധ്യ സാറിനടുക്കലെ കുറച്ചവനെ ചോദിച്ച് 2 വാക്ക് പറയാനായിട്ട്. എത്ര ആയി കഴിഞ്ഞപ്പം അങ്ങനെ പറ്റി 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ട് ഞാൻ പോകുന്ന വഴി ചില പക്ഷേ 2 വാക്ക് പറയേണ്ടതായിരുന്നു. ഞാൻ എൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരും അങ്ങനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതലായിട്ട്. ഇനിയിപ്പം ഞാൻ കൂടുതലത് എല്ലാവരും ഒട്ടും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ 3 വർഷം മുന്നേ ഞങ്ങളെ കണ്ടുമുട്ടാനിടയായി. ഒരു ലീഗൽ പ്രോപ്പർട്ടി ലീഗൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്, അഡ്വൈസിന് വേണ്ടിയിട്ട് അങ്ങേരോട് സംസാരിച്ചിരുന്നു പ്രോപ്പർട്ടി വിഷയത്തിൽ. അന്നേരം പുള്ളി വളരെ അപ്രോച്ചബിളായിട്ട്, ഒരു നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു ജാടയും ഇല്ലാതെ വളരെ ഹമ്പിൾ ആൻഡ് സിമ്പിളായിട്ട് ക്വയറ്റായിട്ട് അവിടെ ഫാമിലിയെല്ലാം ഞങ്ങൾ മീറ്റ് ചെയ്ത് സംസാരിച്ചു. നല്ല അഡ്വൈസ് ആയിരുന്നു. എനിക്കത് വളരെ പ്രയോജനപ്പെട്ടു. പിന്നെ അങ്ങേരെ നിങ്ങളെല്ലാം പറഞ്ഞ പോലെ ഒരു പ്രൊഫസറാണ്, പിന്നെ റിലീജിയസ് ആയിട്ട് നല്ലൊരു ലീഡറാണ്, ഒരു ലീഡർഷിപ്പുള്ള ആളാണ്, വളരെ ക്വയറ്റാണ്, വളരെ ശാന്തനും, കേൾക്കാൻ ശാന്തതയും അതെ അങ്ങനെ നമ്മൾ പറയല്ലോ, കേൾക്കാനായിട്ട് ശാന്തതയും പറയുവാനായിട്ട് ഇത് അങ്ങനെയുള്ളൊരു ഒത്തിരി ക്വാളിറ്റിയുള്ള നമ്മുടെ ഈ ജഡ്ജ് എന്നുള്ള ഒരു പൊസിഷന് വളരെ സ്യൂട്ടബിൾ ആണ് അങ്ങേര്. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ അതിന് നമ്മൾ ചിലപ്പോൾ പറയുമല്ല, എന്നാലും ഞാൻ പറയുന്നത് ഏറിലേക്ക് തള്ളുവല്ല, നമ്മളത് വലിയൊരു ചലഞ്ചായിട്ട് നമ്മളത് എടുക്കണം. ആത്മാർത്ഥമായിട്ട് ഇതിന്റെ പ്രവർത്തിച്ചാൽ മാത്രമേ അങ്ങേരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ പലരും പറഞ്ഞു മലയാളി കമ്മ്യൂണിറ്റിയോട് മാത്രം വിചാരിച്ചാൽ ഇത് പോസിബിൾ ആകുന്ന കാര്യമല്ല. പല രാജ്യക്കാരും ഇവിടെ ഉണ്ട്. അവിടെ വൈറ്റ്സ് ഉണ്ട്, ബ്ലാക്സ് ഉണ്ട്, പിന്നെ പാകിസ്ഥാനീസ് ഒത്തിരി ഉണ്ട്, ഈ ഷുഗർലാൻഡിലൊക്കെ ഒത്തിരി ഉണ്ട്. അന്നേരം നമ്മൾ അതിന്റെ പിന്നിൽ ഒത്തിരി എഫേർട്ട് ഉണ്ട്. വളരെ സിൻസിയറായിട്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ് ആക്കി എടുക്കാനൊക്കത്തുള്ളൂ, നമുക്ക് ഗോൾ ഗെയിൻ ആകത്തുള്ളൂ. അതേ നേരം നമുക്ക് സാമ്പത്തികമായിട്ട് സപ്പോർട്ട്. കാര്യം
ഈ പബ്ലിസിറ്റി എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് മലയാളീസിന് എല്ലാവർക്കും അറിയാം മാത്യു വൈരമണ്ണാണ് ഇതിന്റെ സ്ഥാനാർത്ഥി എന്നൊക്കെ ഉള്ളത് അറിയാം. പക്ഷെ മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ ആൾക്കാരോട് അവർക്ക് അത് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ഇത് ആരാന്ന് അവർക്ക് ഇത് നിൽക്കത്തില്ല. അന്നേരം ഈ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തേണ്ട ഡ്യൂറിങ് ദാറ്റ് ഡേയ്സിൽ ഇത് അവരുടെ മനസ്സിൽ നിൽക്കണം. അന്നേരം വീട് വീടാന്തരം കയറി നമ്മളെ ഈ സൈൻ ബോർഡ് കൊടുക്കണം. അന്നേരം ആൾക്കാർ വിചാരിക്കും ഓഫ്കോഴ്സ് ഇത്രയും പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ ഈ ആളിൽ കഴിവുകളുണ്ട്, അതൊരു ശരിയായിട്ടുള്ളൊരു ലീഡർഷിപ്പ് ഉള്ള ആളാണ്, ഈ ജഡ്ജ് എന്നുള്ളതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം നമ്മളെ ഇതിനെ പരസ്യങ്ങളും ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. അന്നേരം നമ്മളെ ഈ ഫിസിക്കലി മെന്റലി ഫിനാൻഷ്യലി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായ വൈരമൺ സാറിനെ നമുക്ക് ജയിപ്പിച്ച് ജഡ്ജാന്നുള്ള ഒരു ഇതിൽ ആക്കുക എന്നുള്ളത് അത് നമ്മുടെ ഗോളായിട്ട് ഏറ്റെടുക്കണം. നമുക്കും എല്ലാം ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എന്നുള്ളതല്ല, മലയാളി കമ്മ്യൂണിറ്റിക്കും വലിയൊരു പ്രൗഡാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു സാറ് ജയിച്ച ജഡ്ജാവുക എന്നുള്ളത്. അന്നേരം നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക, പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹൃദയങ്ങളോട് ഇടപെടാൻ കഴിവുള്ള ദൈവമാണുള്ളത്. അന്നേരം ഈ നല്ലൊരു ന്യായാധിപനാണ് അങ്ങേരെ ഒരു ജഡ്ജായി തീരുന്നതിന് ഞാനും എന്നാൽ കഴിയാവുന്ന ഇൻ ഓൾ സെൻസ് ഞാൻ സപ്പോർട്ട് ചെയ്യും. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് ഞാനും മനസ്സിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കുക. ജയ് ഹിന്ദ്, ജയ് US, ഗോഡ് ബ്ലസ് അമേരിക്ക. അപ്പം എല്ലാവിധമായ വിജയാശംസകളും നേർന്നുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you all for coming to this meet and greet reception. I am very grateful to you. As you know, I am running for JP Court Precinct 3 Judge in Fort Bend County. The election will be in 2026. I am running in Republican primary. The early voting will start the end of February, and the last date of the vote will be on March 3rd. I share a vision for the justice, integrity, and fairness. Fairness is the foundation of the justice. I will stand firm on law and fair on justice, and I will uphold the Constitution of US and the state constitution, and my goal will be the compassion and efficiency. As you know my background, I am a lawyer, plus I teach law classes in a state university. I am a writer. I have written a lot of articles in English in legal field, and I have taught a lot of law classes. So I have good experience in legal field, and before I get my license, I worked in Harris County as a correctional officer. So I have criminal justice experience and practice experience. So I need your help and support. Thank you for coming here to support me. Your presence, encouragement, support is really memorable to me. Thank you all for coming. ഇനി മലയാളത്തിൽ കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും വന്ന് ഇത് വിജയിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഇലക്ഷനിൽ ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് പോകുന്നത്. ഇപ്പോഴെനിക്ക് ഒപ്പോണന്റ് ഇല്ല, റിപ്പബ്ലിക്കൻ പ്രൈമറിയിലാണ് മത്സരിക്കുന്നത്. അടുത്ത വർഷമാണ് ഇലക്ഷൻ. ജയിച്ചു കഴിഞ്ഞാൽ ഡെമോക്രാറ്റിനെയാണ് നേരിടേണ്ടത്. ഞാൻ റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ആണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രിസിംഗ് ചെയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സപ്പോർട്ടുണ്ട്, മറ്റുള്ളവരുടെ സപ്പോർട്ടുണ്ട്. ഞാൻ പല ആളുകളെ കാണുന്നുണ്ട്. നമ്മൾ മലയാളി കമ്മ്യൂണിറ്റി മാത്രമല്ല, പല കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോകുന്നുണ്ട്, പല ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ജഡ്ജസിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഇതേവരെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും നിങ്ങളുടെ പല നിലയിലുള്ള സപ്പോർട്ട് എനിക്ക് വിജയത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എനിക്ക് നിശ്ചയമായിട്ടും ആ സഹായം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്യൂച്ചറിലും വേണം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റും, നിങ്ങളുടെ വോട്ട് പ്രിസിംഗ് 3-ലാണെങ്കിൽ നിങ്ങളുടെ വോട്ട് എനിക്ക് നൽകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ അവരോട് പറഞ്ഞ് വോട്ട് മേടിച്ച് തരാൻ സാധിക്കും. അതുപോലെ തന്നെ വോളണ്ടിയർ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ നിലയിലും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ആഹാരം ഒരുക്കിയിട്ടുണ്ട്, അത് കഴിച്ചിട്ടേ പോകാമെന്ന് അഭ്യർത്ഥിക്കുന്നു. വന്നതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു.